സൗണ്ട് മിസ്സസ് സൗണ്ട് ഷിജി മിസ്സസ് സൗണ്ട് ദേവിക. നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തെത്തിച്ച ഒരു വലിയ മനുഷ്യന്റെ ചരമദിനം. അദ്ദേഹത്തിന്റെ പേര് TN പണിക്കർ. പുസ്തകങ്ങൾ തൊടാത്തവരായി ആരുമുണ്ടാകില്ല. പുസ്തകങ്ങളോട് ചങ്ങാത്തം കൂടുന്ന ഏവർക്കും ഇത് സുവർണവാരം. ശരീരത്തിന് വ്യായാമം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വായന മനസ്സിന് എന്ന റിച്ചാർഡ് സ്റ്റീവിന്റെ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. വായനയ്ക്ക് പ്രായമില്ല, മരണമില്ല. വിദ്യാർത്ഥികളായ നമ്മുടെ കടമയാണ് അറിവ് നേടുക എന്നത്. അതിന് ഏറ്റവും പ്രധാന മാർഗം വായന തന്നെയാണ്. നമുക്കും പുസ്തകങ്ങളോട് ചങ്ങാത്തം കൂടി നമ്മുടെ മാനസികവും ബുദ്ധിപരവുമായ കഴിവുകൾ വികസിപ്പിക്കാം. എന്നാൽ ഇന്ന് വായന കുറഞ്ഞു വരികയാണ്. നമ്മുടെ പുതിയ തലമുറ മൊബൈലിലും കമ്പ്യൂട്ടറിലുമായി ചുരുങ്ങിപ്പോകുന്നു. ലോകമെമ്പാടുമുള്ള നിരവധി വിവരങ്ങൾ ഇന്റർനെറ്റ് വഴി നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. പക്ഷേ വിശദമായ വിവരങ്ങൾ അറിയണമെങ്കിൽ വായന അനിവാര്യമാണ്. അറിവിന്റെ അക്ഷയഗനിയായ പുസ്തകങ്ങൾക്ക് മാത്രമേ വായനയിലൂടെ ലഭിക്കുന്ന അമൂല്യ സമ്പത്ത് പ്രദാനം ചെയ്യാൻ കഴിയുകയുള്ളൂ. വായന നമുക്ക് അറിവ് പകരുകയും സംസ്കാരത്തെ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു. വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി വായിച്ചു വളരാം എന്ന പ്രതിജ്ഞയോടെ നാം ഓരോരുത്തർക്കും വായനാ ദിനം ആചരിക്കാം. നമ്മുടെ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനും ഈ വായനാ ദിനം വേദിയാകട്ടെ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാൻ ആശ്മി ജോസ്, 2ാം വർഷ ബികോം ബിരുദ വിദ്യാർത്ഥിനിയാണ്. പ്രിയമുള്ളവരെ, വായനാ ദിനത്തോടനുബന്ധിച്ച് പ്രചോദി നികേതൻ കോളേജ് പുതുക്കാട് മലയാള വിഭാഗത്തിന്റെയും റൈറ്റേഴ്സ് ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന വായനാ ദിന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ പരിപാടിയിൽ ഈശ്വര സാന്നിധ്യം വന്നു നിറയുവാനായി നമുക്ക് ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. പ്രാർത്ഥനാ ഗീതത്തിനായി 2ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനി മൈഥിലിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിന്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എന്റെ കാതിലിണയാകണേ, സത്യമേ
ശാന്തിയറിയണമേ. നന്ദി. നന്ദി മൈഥിലി. അടുത്തതായി വായനാദിന പരിപാടിയിലേക്ക് വിശിഷ്ടാതിഥികളെയും സദസ്സിനെയും സ്വാഗതം ചെയ്യുവാനായി മലയാള വിഭാഗം വകുപ്പ് അധ്യക്ഷയും റൈറ്റേഴ്സ് ഫോറം കോർഡിനേറ്ററുമായ ചിന്താ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. അറിയാം, ഇന്ന് വായന ദിനാണ്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ട PN പണിക്കരുടെ ചരമദിനാണ്. അപ്പോൾ വായന ദിനത്തോടനുബന്ധിച്ച് കാലങ്ങളായി നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ എല്ലാ കൊല്ലവും വായനാ ദിനത്തിൽ മാത്രമായി നമ്മൾ വായന ഒതുക്കാതെ അത് 365 ദിവസവും നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതചര്യയായി കൊണ്ടു നടക്കണമെന്ന് ആദ്യമേ തന്നെ ഞാൻ ആശംസിക്കുകയാണ്. അപ്പോ ഈ ഒരു വായനാ ദിനത്തോടനുബന്ധിച്ച് പുതുക്കാട് പ്രചോദന നികേതൻ കോളേജും റൈറ്റേഴ്സ് ഫോറവും ഇങ്ങനെ ഒരു പരിപാടി നടത്താനായിട്ട് വിചാരിച്ചപ്പോൾ തന്നെ പ്രിൻസിപ്പളിന്റെ അടുത്താണ് നമ്മൾ അനുവാദം ചോദിച്ചത്. പ്രചോദന നികേതൻ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം ഒട്ടേറെ പ്രത്യേകതകളുള്ള കൊല്ലമാണ്. കാരണം പുതിയ ഭരണസാരഥ്യം ഏറ്റെടുത്തിരിക്കുന്ന വർഷമാണ്. പ്രചോദിക്ക് പുതിയ ഒരു പ്രിൻസിപ്പളും പുതിയൊരു വൈസ് പ്രിൻസിപ്പളും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വായനാദിന പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ ബിനു പി ചാക്കോ സാറാണ്. സാറിന് ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എനിക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് ഇന്നത്തെ വിശിഷ്ടാതിഥി ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ മാഷിനെയാണ്. മാഷിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ഏറെ ഉണ്ട്. ഒരു ഔപചാരികത അതിൽ ചേർക്കണോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. അവിചാരിതമായിട്ടാണ് ഒരു FTP കോഴ്സിൽ വെച്ചിട്ട് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് സത്യമായും എനിക്ക് അറിയില്ലായിരുന്നു. ഇത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തിത്വത്തോടാണ് ഞാൻ ഇത്രയും സരസമായി സംസാരിക്കുന്നതെന്ന്. കൂടെ സാറിനെ അറിഞ്ഞു വന്നു, സാറിന്റെ പ്രഭാഷണങ്ങൾ കേട്ടു. അപ്പോഴാണ് സാർ നിൽക്കുന്ന ഒരു ഔന്നത്യം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോ ഇങ്ങനൊരു ഈ ഒരു വർഷം ഈ ഒരു പരിപാടി നടത്തണം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. സാറ് തന്നെയായിരിക്കണം മുഖ്യാതിഥി എന്ന് ഞാൻ തീരുമാനിച്ചു. സാറിനെ വിളിച്ചു. സാറ് സന്തോഷത്തോടു കൂടി എന്റെ ക്ഷണം സ്വീകരിച്ചു. എനിക്ക് തോന്നുന്നു വായനാ ദിനവുമായി ബന്ധപ്പെട്ട് സാറിന്റെ 21ാമത്തെ പ്രഭാഷണമാണെന്നാണ്. കാരണം എല്ലാ ദിവസവും ഫേസ്ബുക്കിൽ അപ്ഡേഷൻസ് വരും ഓരോ പരിപാടിയിൽ. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാറെ എത്ര പ്രഭാഷണങ്ങളായി? സാറ് പറഞ്ഞു 21 ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറിന് എന്തായാലും നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തണം. അത് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് മാഷിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ട്. സാറ് ജനനം കൊണ്ട് ഒരു തിരുവിതാംകൂറുകാരനാണ്. കോട്ടയത്താണ് സാറ് ജനിച്ചത്. 2006 മുതലാണ് കോഴിക്കോട് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലെ മലയാള വിഭാഗം അധ്യാപകനായി സ്ഥിര അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുന്നത്. അതിനു മുമ്പ് ധാരാളം കോളേജുകളിൽ അദ്ദേഹം അതിഥി അധ്യാപകനായി പഠിപ്പിച്ചിരുന്നു. പഠനത്തിലും എഴുത്തിലും പ്രഗത്ഭനായ അദ്ദേഹം ഭാരതീയ വിദ്യാഭവൻ കോട്ടയം കേന്ദ്രത്തിൽ നിന്ന് 1ാം റാങ്കോടെ PGDCJ ബിരുദവും KM മുൻഷി പുരസ്കാരവും കരസ്ഥമാക്കി. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ രാഷ്ട്രഭാഷ ഹിന്ദി പ്രവീണിൽ ബിരുദം. അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യോഗയിൽ ഡിപ്ലോമ ബിരുദം. വിവിധ യൂണിവേഴ്സിറ്റിയിലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായി ഇപ്പോഴും സേവനമനുഷ്ഠിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസിന്റെ 6 അംഗ ഉന്നത പരിശോധന സമിതിയിലെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഏക അംഗമായി പ്രവർത്തിക്കുന്നു. നെഹ്റു യുവകേന്ദ്രയുടെ ഡെപ്യൂട്ടി ജനറൽ നോമിനി, കേരള സർക്കാരിന്റെ യൂത്ത് പാർലമെന്റ് ജഡ്ജ്, നാഷണൽ ബുക്ക് ട്രസ്റ്റ് മലയാള ഉപദേശക സമിതി അംഗം എന്നിങ്ങനെ വിവിധ നിലകളിൽ പ്രശസ്തനാണ് മാഷ്. കൂടാതെ ധാരാളം കൃതികൾ എഡിറ്റ് ചെയ്യുകയും വിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കവിതയുടെ വരപ്രസാദം, നെയ്തെടുത്ത വാക്കുകൾ, അർത്ഥത്തിന്റെ പൂമരങ്ങൾ, സംസ്കൃതിയുടെ വെളിച്ചങ്ങൾ എന്നിങ്ങനെ വിമർശന ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ രചനാ പാടവത്തിൽ പിറന്നവയാണ്. പ്രമുഖ ആനുകാലികങ്ങളിലും നവമാധ്യമങ്ങളിലും ധാരാളം എഴുതുകയും യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഒത്തിരിയേറെ കോൺഫറൻസുകളിൽ നാഷണൽ ആയാലും ഇന്റർനാഷണൽ കോൺഫറൻസുകളിലായാലും ധാരാളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു മഹനീയ വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ മാഷ്.
മാഷത്തേരി ധാരാളം പുരസ്കാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. യുവപ്രതിഭ പുരസ്കാരം, തപസ്യ കലാസാഹിത്യവേദിയുടെ ദുർഗോദത്ത പുരസ്കാരം, അങ്ങനെയുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എന്താ പറയുക, ഒത്തിരിയേറെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ ഒരു വായനാ ദിനം സമ്പൂർണമാക്കുന്നതിൽ പങ്കുവഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണ മാഷിനെ മലയാള വിഭാഗത്തിന്റെയും റൈറ്റേഴ്സ് ഫോറത്തിന്റെയും പ്രചോദി നികേതൻ കോളേജിന്റെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എനിക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിമി വർഗീസ് മിസ്സാണ്. മിസ് ഒരു ഭാഷാ സ്നേഹിയാണ്. ഈ വട്ടത്തെ പ്രിൻസിപ്പളും ബിൻസാർ കമ്പ്യൂട്ടർ സയൻസ് ആണ്. പക്ഷെ സാറിന്റെ വാക്കുകൾ നമുക്ക് കേട്ടിരിക്കാൻ അത്രയേറെ ഇഷ്ടപ്പെടുന്നവയാണ്. അപ്പൊ മാഷും അതുപോലെ തന്നെ സിമി മിസ്സും രണ്ടുപേരും ഭാഷാ സ്നേഹികളാണ് എന്നതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷം ഉണ്ട്. ഇപ്പൊ സിമി മിസ്സിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എൻ്റെ തോൾ ചേർന്ന് നിൽക്കുന്ന ഹിന്ദി വിഭാഗം അധ്യാപിക ഡോക്ടർ ഷിജി പി വി. മലയാളത്തിന്റെ പരിപാടിയൊന്നും അങ്ങനെ ഒന്നുമില്ല, എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് പരിപാടി നടത്താറുള്ളത്. അപ്പോ ഷിജി മിസ്സിന്റെ പൂർണ്ണമായ സഹകരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഒരു പരിപാടി ഇത്രയും ഗംഭീരമാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഷിജി മിസ്സിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ എൻ്റെ മറ്റ് സഹപ്രവർത്തകരായ അധ്യാപകര് ഈ ഒരു വേദിയിൽ സാറിന്റെ വാക്കുകൾ കേൾക്കാനായിട്ട് ഉണ്ട്. അവരെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഏറ്റവും അവസാനമാണെങ്കിൽ കൂടി എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പ്രിയപ്പെട്ട മക്കളെ, കാരണം അവരാണ് ഈ വട്ടം എൻ്റെ ഊർജമായിരുന്നവർ. കോവിഡ് ബാധിച്ച് കണ്ണിനൊക്കെ അല്പം ഒരു പ്രശ്നം പറ്റി എനിക്ക് കാര്യമായ വർക്കുകളൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഈ ബ്രോഷർ ഉണ്ടാക്കുന്നത് മുതൽ വീഡിയോ ചെയ്തതും എല്ലാ കാര്യങ്ങളും കുട്ടികൾ തന്നെയാണ്. A to Z കാര്യങ്ങളിൽ അവരുടെ സാന്നിധ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു 5 ദിവസത്തെ മുഖപരിചയം മാത്രമേ ഞങ്ങളും അവരും തമ്മിൽ നേരിട്ട് ഉള്ളൂ. പിന്നെ ഒരു സ്ക്രീനിന്റെ മറവിലിരുന്നാണ് ഞങ്ങൾ പരസ്പരം സംവദിക്കുന്നത്. പക്ഷെ ഒരു കുറവും വരുത്താതെ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി നിർവഹിക്കാനായിട്ട് എന്നെ പ്രാപ്തരാക്കിയ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുകയും ഒപ്പം തന്നെ അവരെ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു ദിവസമായിരിക്കും, നല്ലൊരു അനുഭവമായിരിക്കും. മാസ്റ്റർ വാക്കുകൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പിൽ പറയുന്നത്. എല്ലാവർക്കും ഈ ഒരു പ്രഭാഷണം ജീവിതത്തിൽ വഴിവിളക്കാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഷിൻഡ മിസ്. ഇന്നത്തെ വായനാദിന പരിപാടിയുടെ അധ്യക്ഷൻ പ്രചോദി നികേതൻ കോളേജിൽ പുതിയ ഭരണസാരഥ്യം ഏറ്റെടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ബിനു പി ചാക്കോയെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തെ വിശിഷ്ടാതിഥി ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, ഈ പരിപാടിയുടെ സംഘാടക ഷിൻഡ മിസ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിമി വർഗീസ്, മൈ കൊളീഗ്സ് ആൻഡ് ഡിയർ സ്റ്റുഡൻസ്. 5 ദിവസത്തെ ഓൺലൈൻ സൈബർ ക്ലാസ്സുകൾക്ക് ശേഷം 2 ദിവസം വിശ്രമത്തിനായി എല്ലാവരും ഒരുങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. ഇത്തരം ഒരു സമയം നമ്മുടെ വിദ്യാർത്ഥികൾക്കായിട്ട് ചിലവഴിക്കാൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ സാറിനോട് ആദ്യം തന്നെ നന്ദി പറയും. ഇത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തിയെ ഈ വായനാ ദിനത്തിൽ പ്രഭാഷണത്തിനായി കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് മുതൽ ജൂലൈ 7 വരെയാണ് വായനാ പക്ഷാചരണമായിട്ട് ആചരിക്കുന്നത്. ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്ക് തുടക്കക്കാരനായ ശ്രീ PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനത്തിന് തുടക്കമാകുന്നത്. ഇന്ന് മുതൽ ജൂലൈ 7 വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ കോളേജിൽ പല ഡിപ്പാർട്ട്മെന്റുകളും ക്ലബ്ബുകളും ഇതിനോടനുബന്ധിച്ച പരിപാടികൾ നടത്തുന്നതാണ്. കേരളമാണ് ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാലകളുള്ള ഇന്ത്യയിലെ സംസ്ഥാനം. ഈ ഒരു റിസോഴ്സ് എല്ലാവരും ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമുക്കും നമ്മുടെ ജനതയ്ക്കും നല്ല ഗുണമുണ്ടാകും. ഈ കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ വായനയ്ക്ക് ഒരു പ്രത്യേക പ്രാധാന്യം തന്നെയുണ്ട്. പലവിധ വായനകളുടെ ഒരു വസന്തകാലമാണ് കോവിഡ്. പല പ്രശസ്തരായ ആൾക്കാരും ഈ കാലയളവിൽ നല്ല പുസ്തകങ്ങൾ വായിച്ചതായിട്ടൊക്കെ പത്രങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പുസ്തക വായനയും
TV കാണൽ, അങ്ങനെയുള്ള എന്റർടൈൻമെന്റ് ആയിട്ടായിരിക്കും നമ്മൾ ഈ സമയം ചെലവഴിക്കുന്നത്. പുസ്തക വായനയിൽ കൂടി പല പല വിലപ്പെട്ട അനുഭവങ്ങളും നമുക്ക് ഈ അവസരത്തിൽ സമ്പാദിക്കാൻ സാധിക്കും. പുസ്തകം കൂടാതെ ഈ ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടറിന്റെയും മൊബൈൽ ഫോണിലൂടെയും ടാബിലൂടെയും മറ്റും വായന നമുക്ക് സാധ്യമാകുന്നതാണ്. മൃദംഗം, വീണ, അതുപോലെ ഹാർമോണിയം എന്നിവയുടെ വായനാനുഭവവും മറ്റൊരു തരത്തിലുള്ളതാണ്. എന്നാൽ പുസ്തക വായനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാക്ഷരത ഉള്ളവന് മാത്രമേ അത് വഴങ്ങുകയുള്ളൂ. എന്താണ് സാക്ഷരത? 1987 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരത സംസ്ഥാനമായിട്ട് മാറുന്നത്. അന്ന് സാക്ഷരതയ്ക്ക് ചില നിർവചനങ്ങളൊക്കെ കൊടുത്തിരുന്നു. ഒന്ന്, നമ്മെ പോലെ സ്ഥിരമായി എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ആൾക്കാർ സാക്ഷരതരായി കണക്കാക്കുന്നു. ഇനി അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് സാധ്യമാകാത്ത ചില ആൾക്കാരുണ്ടായിരുന്നു. അവരെ എഴുത്തും വായനയും പഠിപ്പിക്കുകയും എന്നാൽ അതേസമയം പ്രായ കൂടുതലോ കുറവോ രോഗമോ മൂലം അത് സാധിക്കാത്ത ആൾക്കാരെ മാറ്റി നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ 90% സാക്ഷരതയുള്ള സംസ്ഥാനത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ടാണ് അന്ന് പ്രഖ്യാപിച്ചത്. അതൊരു തരത്തിലുള്ള നിർവചനം. ഇനി മറ്റൊരു തരത്തിൽ സാക്ഷരത എന്താണെന്ന് നോക്കാം. സാക്ഷരത അല്ലെങ്കിൽ സാക്ഷര എന്ന ഹിന്ദി വാക്ക് എഴുതുക. അത് തിരിച്ചു വായിച്ചു നോക്കുക. രാക്ഷസ എന്നായിരിക്കും വായിക്കുക. മനുഷ്യനിലെ രാക്ഷസ സ്വഭാവം മാറ്റി നല്ല വ്യക്തിത്വമുള്ള മനുഷ്യരായി മാറ്റാൻ സാധിക്കുന്നത് എന്താണോ അതാണ് സാക്ഷരത. ഇത് വായനയിൽ കൂടെ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. പരിണാമത്തിലൂടെ ഉണ്ടായ മനുഷ്യൻ ഇപ്പോൾ പരിണമിക്കുന്നത് ഭാഷയിലൂടെയാണ്. മനുഷ്യനിലെ വായനയുടെ സ്വാധീനം മാറ്റി നിർത്തിയാൽ അവൻ വെറും പ്രാകൃതനാണ്. പുസ്തകം പോലെ ഏകാന്ത വിസ്തൃതമായ ഒരു ഉദ്യാനമില്ല എന്നാണ് പറയപ്പെടുന്നത്. ഗാന്ധിജി തന്നെ തൻ്റെ ജയിൽ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പുസ്തകം എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് യാതൊരു ഏകാന്തതയും ഫീൽ ചെയ്യാറില്ല. കല്ലും കട്ടയും കുമ്മായവും ഉപയോഗിച്ച് ഒരു തടവറ ഉണ്ടാക്കി വേസ്റ്റാക്കി എന്നല്ലാതെ പുസ്തകം എൻ്റെ കൂടെ ഉള്ളപ്പോൾ എൻ്റെ ലോകം ഈ ഏകാന്ത തടവറയിൽ ഒതുങ്ങുന്നതല്ല, അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. അതുപോലെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഇന്ത്യ കണ്ടെത്തലും മകൾക്കെഴുതിയ എഴുത്തുകളും ഒക്കെ രൂപപ്പെടുത്തിയത് തടവറയിലായിരിക്കുമ്പോഴാണ്. മഹാനായ അക്ബർ ചക്രവർത്തി കേവലം 33-ാം വയസ്സിൽ ഈ ലോകം കീഴടക്കുമ്പോൾ വായനയുടെ സ്വാധീനം അദ്ദേഹത്തിലും ഉണ്ടായിരുന്നു. എപ്പോഴും തന്റെ കയ്യിൽ കരുതിയിരുന്ന ഇലിയഡിൽ നിന്ന് അഖിലാസിന്റെ വീരാവതാരങ്ങൾ വായിച്ചാണ് അദ്ദേഹം സ്വയം പ്രചോദിതനായിരുന്നത്. വാക്കുകൾക്ക് പലപ്പോഴും വാളുകളേക്കാൾ മൂർച്ചയുണ്ട്. അത് വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. കോവിഡുമായി ബന്ധപ്പെട്ട് ഈ അടുത്തിടെ സുപ്രീം കോടതി നടത്തിയ ഇടപെടൽ അത് വളരെ വ്യക്തമാണ്. കോവിഡ് വാക്സിനേഷനായിട്ട് 35,000 കോടി രൂപ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ചോദിച്ച് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചോദിച്ചപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അതിന്റെ ഫലമുണ്ടായി. ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാർക്കും കോവിഡ് വാക്സിനേഷൻ സൗജന്യമായി. ഇതെല്ലാം കേവലം വാക്കുകൾ കൂടി മാത്രം സാധിക്കുന്നതാണ് നിയമത്തിന്റെ പിൻബലത്തിൽ. അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വായനയും വിദ്യാഭ്യാസവും എന്ന പ്രഭാഷണത്തിനായി വെയിറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇതൊരു നല്ല അനുഭവമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ബിനു സാർ. സ്നേഹമുള്ളവരെ, വായനാ ദിന സന്ദേശം നൽകാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ മാഷെ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നിങ്ങൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തട്ടെ. കോഴിക്കോട് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലെ മലയാള ഗവേഷണ വിഭാഗത്തിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ, എഴുത്തുകാരൻ, നിരൂപകൻ, ഭാഷാ പണ്ഡിതൻ, വിവർത്തകൻ, വിവിധ യൂണിവേഴ്സിറ്റികളിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം, നിരവധി പുരസ്കാര ജേതാവ്, അങ്ങനെ വിശേഷണങ്ങൾ മാല്യം പോലെ കൊരുത്തിടാവുന്ന വിശിഷ്ട വ്യക്തിത്വത്തിന് ഉടമയാണ് മാഷ്. മാഷിന്റെ ക്ലാസുകൾ അതീവ ഹൃദ്യമാണെന്നതിനുള്ള തെളിവുകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ. മാഷിന്റെ സന്ദേശം സ്വീകരിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. വായനയും വിദ്യാഭ്യാസവും എന്ന വിഷയം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന സംഭാഷണമായി ഞങ്ങളിൽ അവശേഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാഷിനെ പ്രഭാഷണത്തിനായി വിനയത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം.
പുതുക്കാട് പ്രജ്യോതി നികേതൻ കോളേജിലെ സമാരാധ്യനായ പ്രിൻസിപ്പൽ ഈ വെബിനാറിന്റെ ആദരണീയനായ അധ്യക്ഷൻ കൂടിയായ പുതുതായി കോളേജിന്റെ ഭരണ സാരഥ്യം ഏറ്റെടുത്ത പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭാഷാ സ്നേഹിയായ വൈസ് പ്രിൻസിപ്പൽ, മറ്റ് വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ സ്നേഹവും എല്ലാവിധത്തിലുള്ള ആശംസകളും ആദ്യം തന്നെ നേരുകയാണ്. എന്നെക്കുറിച്ച് വളരെ വിസ്തരിച്ച് പ്രിയ സുഹൃത്തായ ശ്രീമതി ഷിൻഡ ടീച്ചർ ഇവിടെ പറഞ്ഞു. നേരിട്ട് കാണുമ്പോൾ ആ പറഞ്ഞതിനൊക്കെ വേണ്ടതായ പാരിതോഷികം നൽകണം എന്ന് മാത്രം സൂചിപ്പിക്കട്ടെ. തീർച്ചയായും ടീച്ചർ കോവിഡിന്റെ ഒരു ബാധയേറ്റ് ശാരീരികമായ ചില ക്ലേശങ്ങളിലൂടെ കടന്നു പോവുകയാണ് എന്നെനിക്കറിയാം. എങ്കിലും മലയാളത്തിന്റെ പ്രിയ കവി എഴുതിയതുപോലെ കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന് സ്വന്തം ജീവിതത്തിലൂടെ ടീച്ചർ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. കേരളത്തിലുടനീളം നടക്കുന്ന ഈ വായന വാരാചരണവുമായി ബന്ധപ്പെട്ട വിപുലമായ പരിപാടികളിൽ നിന്ന് കേരളത്തിന്റെ അക്കാദമിക് മണ്ഡലത്തിൽ ആ കോളേജിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രകൃഷ്ടമായ ശ്രേഷ്ഠമായ ജ്യോതിയായി നിലകൊള്ളുന്ന ഒരു ക്യാമ്പസിന് മാറി നിൽക്കാനാവില്ല എന്ന തിരിച്ചറിവോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ടീച്ചറിനോടുള്ള സ്നേഹം, കോളേജിനോടുള്ള സ്നേഹം ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിരവധി പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും മനസ്സിൽ വേദനയുടെ വലിയ സമുദ്രം ഇരമ്പുന്നുണ്ട്. കാരണം ജീവിതത്തിൽ ഉടനീളം എനിക്ക് വാത്സല്യവും സ്നേഹവും പകർന്നേകിയ ഒരു ചന്ദന വൃക്ഷം ഇന്നലെ യാത്രയായി. ഇന്ന് എറണാകുളം ശ്മശാനത്തിൽ ആ ചന്ദന വൃക്ഷത്തെ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി. പ്രശസ്ത കവി, ഗാനരചയിതാവ്, നാടകകൃത്ത്, വിവർത്തകൻ എന്നീ നിലകളിലൊക്കെ നമുക്ക് സുപരിചിതനായ എസ് രമേശൻ നായർ സാറിന്റെ ദേഹവിയോഗമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് കാണാൻ കഴിഞ്ഞു. ക്യാൻസർ രോഗബാധിതനായിരുന്നു അദ്ദേഹം. അവസാനത്തെ 2 ആഴ്ച കോവിഡും അദ്ദേഹത്തെ പിടികൂടി. 1-2 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യ കോളേജ് അധ്യാപികയായിരുന്നു. കൊച്ചു കുഞ്ഞുമായി രാത്രി കിടന്നുറങ്ങിയതാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റില്ല. അങ്ങനെ ജീവിതത്തിന്റെ അസ്തമയ സന്ദർഭങ്ങളിൽ വിധിയുടെ വലിയ പ്രഹരം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി യാത്രയായിരിക്കുക. എന്നിൽ ചൊരിഞ്ഞ വാത്സല്യം അത് വാക്കുകളിൽ വിശദീകരിക്കാവുന്നതല്ല. നിരന്തരമായ ഫോൺ വിളികൾ, എഴുതിയ എല്ലാ പുസ്തകങ്ങളുടെയും കോപ്പി അയച്ചിട്ട് എന്റെ പുസ്തകങ്ങളെല്ലാം ഈ ഭൂമണ്ഡലത്തിൽ ഒരാളുടെ കയ്യിലെങ്കിലും ഉണ്ടാവണം എന്നാഗ്രഹിച്ച ആ വലിയ മനസ്സിന്റെ മുമ്പിൽ ഞാൻ ആദരവോടെ നിൽക്കുകയാണ്. ചിലപ്പതികാരവും തിരുക്കുറളും മലയാളത്തിന് സമ്മാനിച്ച, അനശ്വരങ്ങളായ സ്വാതിമേഘമടക്കം എത്രയോ മികച്ച കവിതകൾ മലയാള ഭാവനയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച, തേൻമധുരമുള്ള അനേക ചലച്ചിത്ര ഗാനങ്ങൾ നമുക്ക് നൽകിയ, പൂമുഖവാതിൽക്കൽ മുതൽ എത്രയോ ഗാനങ്ങൾ,
മലയാളത്തിന്റെ ആ വലിയ പുണ്യം യാത്രയായ ദിനത്തിലാണ് പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. അവസാനമായി ശ്രീകൃഷ്ണനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അനുഷ്ടുപ്പ് ഛന്ദസ്സിൽ ഒരു ദീർഘമായ മഹാകാവ്യം അദ്ദേഹം എഴുതുകയായിരുന്നു. ആ മഹാകാവ്യത്തിലെ പല ശ്ലോകങ്ങളും എഴുതി പൂർത്തീകരിച്ച ശേഷം ഫോണിൽ വിളിച്ച് ആഹ്ലാദത്തോടെ കവി ഓർമ്മിപ്പിക്കുമായിരുന്നു. സുകുമാര കവിയുടെ ശ്രീകൃഷ്ണവിലാസം എന്ന മഹാകാവ്യം അപൂർണമായി ചരിത്രത്തിൽ ഇടം പിടിച്ചതുപോലെ ആ കാവ്യവും അപൂർണമായി നിലകൊള്ളുകയാണ്. അപരിഹാര്യമായ ആ വേദന ഈ സന്ദർഭത്തിൽ നിറയുമ്പോഴും നിങ്ങളോട് നേരത്തെ സമ്മതിച്ച ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ മടി കൂടാതെ എത്തിച്ചേരുകയായിരുന്നു. പഴയതുപോലെ മനസ്സിലേക്ക് വാക്കുകൾ എത്താത്ത ഒരവസ്ഥ ഉണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ രമേശൻ നായർ സാറുമൊത്ത് സഞ്ചരിച്ച യാത്രകൾ, ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ച ദിവസങ്ങളൊക്കെ മടങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ തത്കാലം നിവൃത്തിയുള്ളൂ. എന്തായാലും ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ പഠിച്ചത് മഹാരാജാസ് കോളേജിലാണ്, MA മലയാളം. മഹാകവി ജി ശങ്കരക്കുറുപ്പും MK സാനുവും M അച്യുതനും M ലീലാവതിയും KP കറുപ്പനും ചങ്ങമ്പുഴയും ബാലൻ ചുള്ളിക്കാടും തുറവൂർ വിശ്വംഭരൻ സാറും ഒക്കെ നിറഞ്ഞാടിയ എറണാകുളം മഹാരാജാസ് കോളേജ്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് മലയാള വിഭാഗത്തിന്റെ അധ്യക്ഷൻ ആദരണീയനായ കവി ആധുനിക മലയാള കവിതയുടെ അഭികാമ്യമായ വഴിയിലൂടെ സുദീർഘകാലം സഞ്ചരിച്ച വലിയ കവികൾ ഒരാളായ KG ശങ്കരപ്പിള്ള സാറായിരുന്നു. KGSന്റെ ഒരു കവിത സൂചിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം എന്ന് കരുതുന്നു. KGS എഴുതിയ വാക്കിന്റെ അടിത്തട്ടുകൾ എന്നൊരു കവിതയുണ്ട്. ഒരുപക്ഷെ ശങ്കരപ്പിള്ള സാറിന്റെ കവിതകൾ നിങ്ങളുടെ സിലബസിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ നിങ്ങൾ പരിചയപ്പെട്ട് കാണും, അല്ലെങ്കിൽ പരിചയപ്പെടാൻ ഇനിയും അവസരം ഒരുങ്ങും. വാക്കിന്റെ അടിത്തട്ടുകൾ എന്ന കവിത തുടങ്ങുന്നത്, ഓരോ വാക്കിന്റെയും അടിത്തട്ടിൽ ഓരോ പാത്രമുണ്ട്. താനേ തുറന്നടയുന്ന കണ്ണുപോലെ, ഉയർന്നു താഴുന്ന കടല് പോലെ ഓരോ മാന്ത്രിക ചെപ്പ്. എണ്ണമറ്റ നിധികൾ അതിൽ നാം അടക്കം ചെയ്യുന്നു. ആ വരികൾ നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ കുത്തിവെക്കേണ്ട വരികളാണ്. വായനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പുസ്തകങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഭാഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു മഹാസത്യമാണ്. വാക്കിന്റെ പുറം ലോകങ്ങളിൽ വ്യാപരിക്കുന്നതിനപ്പുറം വാക്കിന്റെ അകത്തളങ്ങളിലേക്ക്, അന്തർലോകങ്ങളിലേക്ക് ജിജ്ഞാസയോടെ, വിസ്മയത്തോടെ, ആദരവോടെ പ്രവേശിക്കുമ്പോൾ ഈ കവിതയുടെ അർത്ഥം നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വരും. ഓരോ വാക്കിന്റെയും അടിത്തട്ടിൽ ഓരോ പാത്രമുണ്ട്. താനേ തുറന്നടയുന്ന കണ്ണുപോലെ, ഉയർന്നു താഴുന്ന കടല് പോലെ ഓരോ മാന്ത്രിക ചെപ്പ്. എണ്ണമറ്റ നിധികൾ അതിൽ നാം അടക്കം ചെയ്യുന്നു. വാസ്തവത്തിൽ ഓരോ വായനയും ഓരോ പുസ്തകങ്ങളും എണ്ണമറ്റ നിധികൾ തേടിയുള്ള, അടക്കം ചെയ്യപ്പെട്ട രത്നങ്ങൾ തേടിയുള്ള വലിയ യാത്രകളാണ്. ലോക ചരിത്രത്തോളം പഴക്കമുള്ള അറിവിന്റെ, ജ്ഞാനത്തിന്റെ വലിയ ലോകങ്ങളിലേക്കുള്ള യാത്രയാണ്. KGSന്റെ ആ കവിത അവസാനിക്കുന്നത് ഒരുപക്ഷെ വായനയെക്കുറിച്ചുള്ള നമ്മുടെ സാമ്പ്രദായികമായ സങ്കല്പങ്ങൾക്കപ്പുറത്തേക്ക്, നാം പുസ്തകങ്ങളെ വായിക്കുന്നതിനപ്പുറം ഈ പ്രപഞ്ചത്തെ ആകെ വായിക്കണം, ഈ കാലത്തെ ആകെ വായിക്കണം, എങ്കിലേ നമ്മുടെ വായന ശരിയായ അർത്ഥത്തിൽ അതിൻ്റെ ലോകം തിരിച്ചറിയൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. KGSന്റെ കവിത അവസാനിക്കുന്നത് ഓരോ വാക്കിന്റെയും അടിത്തട്ടിൽ ഓരോ പാത്രം, ഓരോ കൈ, ഓരോ ദേശം, തീരാക്കാലം എന്നാണ്. തീരാത്ത ഒരു വലിയ കാലം, നിത്യസ്രവന്തിയായ ഒരു മഹാകാലം
നിത്യപരിണാമിയായ ഒരു മഹാകാലം, ഒരു മഹാപ്രകൃതി, ആ പ്രകൃതിയിലേക്കുള്ള നമ്മുടെ സൂക്ഷ്മ സഞ്ചാരങ്ങളാവണം ഓരോ വായനകളും. അലസതയെ പടിക്ക് പുറത്തു നിർത്തിക്കൊണ്ട് നമ്മുടെ ആന്തരികമായ ലോകങ്ങളിലേക്കുള്ള മഹാസഞ്ചാരങ്ങൾ. ഞാൻ അത് സംബന്ധിച്ച് ലോക ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ള വളരെ പ്രഖ്യാതമായ ഒരു ഉദ്ധരണി ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ വായനയെക്കുറിച്ച് നമ്മൾ കേൾക്കാറുള്ള സ്ഥിരം രീതികളിൽ നിന്ന് വ്യത്യസ്തമായി എന്താവണം വായന എന്നതിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് നമുക്കൊക്കെ പരിചയമുള്ള ലോക പ്രശസ്തയായ വെർജീനിയ വുൾഫിന്റെ ദീർഘമായ ഒരു ഉദ്ധരണിയാണ്. ആ ഉദ്ധരണിയിൽ വായനയുടെ പ്രാധാന്യം വ്യക്തമായി തെളിഞ്ഞു വരുന്നുണ്ട്. വെർജീനിയ വുൾഫ് ഇങ്ങനെ പറഞ്ഞു: ചിലപ്പോഴെല്ലാം ഞാൻ ഇപ്രകാരം ഒരു സ്വപ്നം കാണാറുണ്ട്. അന്ത്യവിധി നാളിൽ കർത്താവിന്റെ മുമ്പാകെ ഭരണാധികാരികളും സേനാധിപൻ കേൾക്കാൻ ബുദ്ധിമുട്ടില്ലോ? ഇടയ്ക്ക് ഫോൺ വരും. ചിലപ്പോഴെല്ലാം ഞാൻ ഇപ്രകാരം സ്വപ്നം കാണാറുണ്ട്. അന്ത്യവിധിയുടെ നാളിൽ കർത്താവിന്റെ മുമ്പാകെ ഭരണാധിപന്മാരും സേനാധിപന്മാരും രാഷ്ട്രതന്ത്രജ്ഞന്മാരും മറ്റും തങ്ങളെ സമ്മാനം വാങ്ങാനെത്തുന്നു. കിരീടങ്ങൾ, പ്രശസ്തി പത്രങ്ങൾ, പേരുകൾ മായാതെ കുത്തിവെച്ച മാർബിൾ ഫലകങ്ങൾ തുടങ്ങിയ വിശിഷ്ട സമ്മാനങ്ങൾ. ആ സമ്മാനങ്ങൾ നൽകുന്നതിന് ഇടയ്ക്കാണ് കൈകളിൽ പുസ്തകങ്ങളുമായി കടന്നു ചെല്ലുന്ന ഞങ്ങളെ കർത്താവ് കാണുക. അപ്പോൾ പത്രോസിന്റെ നേർക്ക് തിരിഞ്ഞിട്ട് ലേശ അസൂയയോടെ കർത്താവ് പറയുമറേ, നോക്കൂ, ഇക്കൂട്ടർക്ക് സമ്മാനം ആവശ്യമില്ല. ഇവർക്ക് നൽകാൻ പറ്റിയ സമ്മാനമോ ആയുഷ്കാലം മുഴുവൻ വായന ഇഷ്ടപ്പെട്ടവരാണല്ലോ ഇവർ. ഈ സ്വപ്നം ചില സമയങ്ങളിൽ തന്റെ മനസ്സിൽ നിരന്തരമായി കടന്നു വരുന്നു എന്ന് വെർജീനിയ വുൾഫ് എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ വായന എന്ന വലിയ ശീലത്തിന്റെ ഉടമസ്ഥാവകാശം നേടിയ ഒരു എഴുത്തുകാരിയുടെ വലിയ പ്രഖ്യാപനമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈശ്വരൻ പോലും വായനയ്ക്ക് നൽകിയ വിപുലമായ സ്ഥാനത്തെ ഭാവനാത്മകമായിട്ടാണെങ്കിലും സ്വപ്നത്തിന്റെ സഹായത്തോടെ ആണെങ്കിൽ പോലും വെർജീനിയ വുൾഫ് സൂചിപ്പിക്കുകയാണ്, ആയുഷ്കാലം മുഴുവൻ വായന ഇഷ്ടപ്പെട്ടവർക്ക് മറ്റ് സമ്മാനങ്ങളൊന്നും ഹിതകരമാവില്ല എന്ന ഒരു വലിയ ബോധ്യം. എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മള് ത്യാഗധനനായ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അടിത്തറ പണിതവരിൽ പ്രമുഖനായ PN പണിക്കരെ ഓർമ്മിക്കുമ്പോൾ, സാധാരണഗതിക്ക് ജന്മദിനമാണ് ഒരു വ്യക്തിയെ ഓർക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം കൈവരിക. പക്ഷേ അദ്ദേഹത്തിന്റെ ചരമദിനമാണ് നമ്മൾ വായന ദിനമായി ആഘോഷിക്കുന്നത്. വായന മരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ സംഭാവനകൾ അനശ്വരമായി പുതിയ തലമുറ ഏറ്റെടുക്കുന്നതിന്റെ ഒരു സൂചകം കൂടിയാണത് എന്ന് ഞാൻ കരുതുകയാണ്. സത്യത്തിൽ അനുഗ്രഹീതയായ വെർജീനിയ വുൾഫിന്റെ ഈ വാക്കുകൾ PN പണിക്കരുടെ വലിയ സേവനങ്ങളിലേക്ക് ഉള്ള ജാലകങ്ങളായിട്ടും ഞാൻ തിരിച്ചറിയുന്നു. ഇത് വെർജീനിയ വുൾഫിന്റെ ഒരു ഒറ്റപ്പെട്ട ഒരു നിലപാടായിട്ടും അല്ല ഞാൻ നോക്കിക്കാണുന്നത്, മറിച്ച് മികച്ച എല്ലാ എഴുത്തുകാരും വായനയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞവരാണ്. എനിക്ക് നേരിട്ട് പരിചയമുള്ള മലയാളത്തിന്റെ വലിയ എഴുത്തുകാരിൽ പലരും, അഴീക്കോട് മാഷാവട്ടെ, MB ശങ്കുണ്ണി നായരാവട്ടെ, മഹാകവി അക്കിത്തമാവട്ടെ, സുഗതകുമാരി ടീച്ചറാവട്ടെ, വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറാവട്ടെ, നമ്മുടെ കാലത്ത് ജീവിച്ചിരിക്കുന്നവരും നമുക്ക് മുമ്പേ മറഞ്ഞുപോയവരും ഈ വിശ്വത്തിന്റെ ഏത് കോണുകളിൽ കഴിയുന്നവരുമായ വലിയ എഴുത്തുകാരൊക്കെ വായനയുടെ വലിയ സാന്നിധ്യം സ്വജീവിതത്തിൽ പകർത്തിയവരാണ്. വലിയ വായനക്കാർക്ക് മാത്രമേ വലിയ എഴുത്തുകാരാവാൻ സാധിക്കൂ. അത് പുസ്തക വായന എന്ന പരിമിതമായ അർത്ഥത്തിൽ മാത്രം എടുത്താൽ പോരാ എന്നുകൂടി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ. ആർത്തിയോടെ വായിക്കുക,
ഒരുപക്ഷെ ഭക്ഷണത്തെക്കാൾ പ്രിയതരമായിട്ട് വായന മാറിത്തീരുന്ന ആർത്തിയോടെ പുസ്തകങ്ങൾ തേടി നടക്കുന്ന ഒരു കാലം നമുക്കുണ്ടാവും. പുസ്തക പുഴുക്കൾ എന്നൊക്കെ നമ്മൾ അവരെ വിശേഷിപ്പിക്കും. തീർച്ചയായും ആ വായനയിലൂടെ അവർ നേടിയെടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത ആത്മാവിന്റെ പോഷക വസ്തുക്കളെ സ്വാംശീകരിക്കുന്ന മഹത്തായ പ്രക്രിയയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ശരീരത്തിന് ആഹാരം എന്നതുപോലെ നമ്മുടെ ആത്മാവിന്റെ ആഹാരം എന്നതിനപ്പുറം ആത്മാവിന്റെ മഹാമൂല്യങ്ങളെ പോഷിപ്പിക്കുന്ന വലിയ അംശമായി വായന മാറിത്തീരുന്നത്. ജന്മസിദ്ധമായ വായനയോടൊപ്പം നമുക്ക് തീർച്ചയായും പുസ്തക വായനയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സംസ്കാരവും കൂടിയുണ്ട്. അതുകൊണ്ട് ഒരു പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ നമ്മൾ ഒരു വലിയ സംസ്കാരത്തെയാണ് തൊടുന്നത്. നമ്മളൊരു വലിയ ലോകത്തെയാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ജന്മസിദ്ധമായ വാസന, അതോടൊപ്പം തന്നെ പുസ്തക വായനയിൽ നിന്ന് നേടിയ സംസ്കാരം, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അപൂർവമായ ലോകനിർമ്മാണ ക്ഷമതയുടെ ഒരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കുക, വിദ്യാർത്ഥികളായതുകൊണ്ട് സൂചിപ്പിക്കട്ടെ, മലയാളത്തിന്റെ നോവൽ കലയിൽ വലിയ വിസ്മയങ്ങൾ തീർത്ത CV രാമൻപിള്ളയും ചന്തുമേനോനും എത്ര വലിയ വായനക്കാരായിരുന്നു എന്ന് അവരുടെ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക. ചന്തുമേനോന്റെ ജീവചരിത്രവും CV രാമൻപിള്ളയുടെ ജീവചരിത്രവും. P.K. പരമേശ്വരൻ നായർ എഴുതിയ CV രാമൻപിള്ളയുടെ ജീവചരിത്രത്തിൽ അക്കാലത്തെ പുസ്തകങ്ങളൊക്കെ നിരന്തരമായി തേടി പിടിച്ച് വായിച്ച CV-യെ അവതരിപ്പിക്കുന്നുണ്ട്. അത്തരം വിപുലമായ വ്യത്യസ്തമായ ലോകങ്ങളിലൂടെ സഞ്ചരിച്ച് വലിയ വലിയ കഥാപാത്രങ്ങളെയും ജീവിത സന്ദർഭങ്ങളെയും ആവിഷ്കരിക്കാൻ CV രാമൻപിള്ളയ്ക്ക് സാധിച്ചു. N. കൃഷ്ണൻ നായർ എന്ന വലിയ മനുഷ്യനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിൽ വെച്ച് അവിടുത്തെ ഒരു പുസ്തകശാലയിൽ നിന്ന് പുസ്തകങ്ങൾ ഈശ്വരപ്രസാദങ്ങൾ പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ മനുഷ്യൻ ഇങ്ങനെ സഞ്ചരിക്കും. വാർദ്ധക്യകാലത്തും ദൂരെ അദ്ദേഹത്തെ ആദരവോടെ നോക്കി നിൽക്കുന്ന ആളുകൾ, ജീവിതത്തിന്റെ ഉദയകാലത്തും അസ്തകാലത്തും പുസ്തകങ്ങളെ ചേർത്ത് വെച്ച ആ വലിയ മനുഷ്യനെ ഞാൻ ഓർക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരിൽ ഒരാളായ പ്രൊഫസർ KP അപ്പൻ, അദ്ദേഹത്തിന്റെ ലൈബ്രറി ചെന്ന് കണ്ടിട്ടുണ്ട്. ആ ലൈബ്രറിയിൽ സത്യത്തിൽ ഒരു ദേവാലയത്തിൽ കടക്കുന്നത് പോലെയാണ് ആ ലൈബ്രറിയിലേക്ക് നമുക്ക് കടന്നാൽ പ്രതീതി ഉണ്ടാവുക. അപ്പൻ സാർ ആ മുറിയിലേക്ക് മറ്റാരെയും പ്രവേശിക്കുമായിരുന്നില്ല. അത്രമാത്രം ശ്രദ്ധയോടെ പുസ്തകങ്ങൾ അദ്ദേഹം തൊടുന്നതും ആ പുസ്തകത്തിന്റെ ഗന്ധം ആസ്വദിക്കുന്നതും ഒക്കെ വിശിഷ്ടമായ അനുഭവമായിട്ടുള്ളാലെ ഓർക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ആവേശത്തോടെ വായനയിൽ മുഴുകുകയും അതുപോലെ തന്നെ വായനയിൽ നിന്ന് നേടിയെടുത്ത അറിവ് ലോക നന്മയ്ക്കായിട്ട് പ്രസരിപ്പിക്കുകയും ചെയ്ത വലിയ വ്യക്തിത്വങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് തങ്ങളുടെ രചനകളിൽ നിത്യനൂതനമായ അർത്ഥതലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ഞാൻ വേറൊരു കാര്യം കൂടെ ആനുഷംഗികമായി സൂചിപ്പിക്കട്ടെ. പറഞ്ഞിരുന്നല്ലോ മഹാരാജാസിലായിരുന്നു പഠനമെന്ന്. M. അച്യുതൻ എന്ന വലിയ മനുഷ്യനാണ് എന്നെ മഹാരാജാസ് കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. മഹാകവി G. ശങ്കരക്കുറുപ്പിന്റെ മരുമകൻ, സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ അധ്യക്ഷൻ, ചെറുകഥ ഇന്നലെ ഇന്നും പാശ്ചാത്യ സാഹിത്യ ദർശനവും അടക്കം അനേക ഗ്രന്ഥങ്ങൾ മലയാള വിമർശനത്തിന് സംഭാവന ചെയ്ത വലിയ മനുഷ്യൻ. ആ മനുഷ്യനാണ് എന്നെ മഹാരാജാസ് കോളേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ അദ്ദേഹത്തിനൊപ്പം ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലുന്നത്, സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ ഗ്രന്ഥശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്, അവിടെ മഹാരാജാസ് കോളേജിന്റെ ലൈബ്രറിയിലേക്ക് എന്നെ കൈപിടിച്ച് സാറ് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ പുസ്തകങ്ങൾ പരുതുമ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. മഹാരാജാസിലെ ലൈബ്രറി വളരെ വിപുലമായ ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിലെ ഒരു പ്രത്യേക കാലഘട്ടം വരെയുള്ള പുസ്തകങ്ങളിൽ ഒരു മനുഷ്യന്റെ പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. ലൈബ്രറിയിലെ പുസ്തകങ്ങളിൽ പേരെഴുതി ഒപ്പിടുന്നത് ശരിയോ തെറ്റോ എന്ന ചോദ്യം ഉന്നയിക്കപ്പെടാം. പക്ഷേ താൻ വായിച്ച പുസ്തകങ്ങളിൽ തന്റെ മുദ്ര ചാർത്തിക്കൊണ്ട് ആ പുസ്തകങ്ങളെ കുറിച്ചുള്ള തന്റെ അഭിപ്രായം ആ പുസ്തകത്തിന്റെ അവസാനത്തെ ആ
പുറത്ത് എഴുതിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. മഹാരാജാസ് കോളേജിലെ ആ ലൈബ്രറിയിൽ എലി കരുളുന്നത് പോലെ ആ പുസ്തകങ്ങൾ വായിച്ച് തന്റെ ആത്മാവിന്റെ ആഹാരമായ ആ പുസ്തകങ്ങളെ സ്വീകരിച്ച കവിയെ നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചയം കാണും. മനസ്വിനിയും സ്വരരാഗസുധയും കാവ്യനർത്തകിയും ഒക്കെ മലയാളത്തിന് സമ്മാനിച്ച മഹാകവി ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയുടെ ഒപ്പും ചങ്ങമ്പുഴ അതിനെക്കുറിച്ച് എഴുതിയ അഭിപ്രായങ്ങളും ഒക്കെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കട്ടെ, നമ്മുടെ വലിയ എഴുത്തുകാരൊക്കെ വലിയ വായനക്കാരാണ്. എം ടി വാസു എന്നൊരു വലിയ ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ അവതാരികകൾ തന്നെ പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ വായനക്കാരൻ ഒരാള് ഇന്നും നമ്മുടെ കൂടെ ഉണ്ട് എന്നതിൽ നമുക്ക് സന്തോഷിക്കാം. അതോടൊപ്പം തന്നെ എം കെ സാനു ഇപ്പോഴും നമ്മുടെ ഒപ്പമുണ്ട്. എം ലീലാവതി ടീച്ചർ ഇപ്പോഴും നമ്മുടെ ഒപ്പമുണ്ട്. അവരൊക്കെ നിരന്തരമായി ഈ കാലത്തും വായനയുടെ വിശ്വലോകങ്ങളിലൂടെ സഞ്ചരിക്കുക. പ്രായം തളർത്താത്ത ധിഷണയോടുകൂടി അവര് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ തിരിച്ചറിയണം, നോവലിസ്റ്റുകൾ മാത്രമല്ല, കവികളും നാടകകൃത്തുക്കളും ചെറുകഥാകൃത്തുക്കളും ഒക്കെ സമൂഹത്തിന്റെ എല്ലാ തുറയിൽപ്പെട്ടവരും, അത് മുക്കുവന്മാരാവട്ടെ, ചെരുപ്പൂത്തികളാവട്ടെ, കൃഷിക്കാരാവട്ടെ, തൊഴിലാളികളാവട്ടെ, നമ്മുടെ നാട്ടിൽ നിന്നുള്ള ബംഗാളികൾ ഭായിമാരാവട്ടെ, അവര് പോലും വായനയുടെ വിശ്വലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നതാണ് സത്യം. നമ്മുടെ സാഹിത്യ വിമർശകരുടെ കഴിവ് ഏറ്റവും അധികം വർദ്ധമാനമാവുന്നത്, അഭിവൃദ്ധിപ്പെടുന്നത് നിരന്തരമായ പുസ്തക വായനയിലൂടെയാണ്. താരതമ്യ വിമർശനത്തിന്റെയും അതോടൊപ്പം തന്നെ പുതിയ സിദ്ധാന്തങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിൽ അവർക്ക് പുതിയ കൃതികളെ പഠിക്കാൻ കഴിയുന്നത് അന്നന്നിറങ്ങുന്ന ഏറ്റവും പുതിയ പുസ്തകങ്ങൾ വരെ തങ്ങളുടെ ചിന്താപരിധിയിലേക്ക് സ്വാംശീകരിക്കുന്നത് കൊണ്ടാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ആ വലിയ സത്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടാവണം തൃശ്ശൂര് സാഹിത്യ ചക്രവർത്തിയായ ഒരാൾ കഴിഞ്ഞിരുന്നല്ലോ, സാക്ഷാൽ ജോസഫ് മുണ്ടശ്ശേരി. അതുകൊണ്ടാവണം മുണ്ടശ്ശേരി തന്നെ പറഞ്ഞിട്ടുണ്ട്, വായനയുടെ സംസ്കാരത്തെ കുറിച്ച് അദ്ദേഹം എഴുതി, എഴുത്തുകാർ വായനക്കാരും വായനക്കാർ എഴുത്തുകാരുമാകേണ്ടിയിരിക്കുന്നു. മുണ്ടശ്ശേരിയുടെ വാക്യാണ്. എഴുത്തുകാര് വായനക്കാരാവണം, വായനക്കാർ എഴുത്തുകാരാവണം. അങ്ങനെ ഒരു വലിയ ലോകം. അതോടൊപ്പം തന്നെ പറയട്ടെ, നമുക്ക് എല്ലാ പുസ്തകങ്ങളും വായിക്കാൻ നമ്മുടെ ഈ ക്ഷണികമായ ആയുസ്സിൽ സാധിക്കുമോ? അതോർത്ത് വിഷമിക്കേണ്ടതുണ്ടോ? വിഷമിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും ഈ വലിയ മാർക്കറ്റിൽ, നമ്മൾ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയില്ലേ, സൂപ്പർ മാർക്കറ്റുകളിൽ പെരുംചന്തകളിൽ ചെല്ലുമ്പോൾ ചിലർക്ക് തോന്നാം ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ എൻ്റെ കയ്യിൽ പണമില്ലല്ലോ എന്ന് തോന്നാം. എന്നാൽ മറ്റു ചിലർക്ക് തോന്നാം എനിക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളാണല്ലോ ഇവയിൽ 90%. ഇതുപോലെ ആവണം നമ്മൾ ലൈബ്രറികളിൽ ചെല്ലുമ്പോഴും പുസ്തകശാലകളിൽ ചെല്ലുമ്പോഴും പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. കിട്ടുന്നതെല്ലാം വായിക്കുക എന്നത് ആദ്യഘട്ടത്തിൽ നല്ലതാണ്. പക്ഷേ ജീവിതത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഗൗരവ സ്വഭാവമുള്ള, എന്നാൽ എല്ലാ സാഹിത്യ രൂപങ്ങളിലേക്കും പടർന്നു കയറുന്ന, സാഹിത്യത്തിന്റെ മാത്രമല്ല വൈജ്ഞാനികതയുടെ, ചരിത്രത്തിന്റെ, ശാസ്ത്രത്തിന്റെ, സാമൂഹ്യ ചരിത്രത്തിന്റെ, ഏറ്റവും പുതിയ IT-യുടെ അടക്കം വിപുലമായ മണ്ഡലങ്ങളിലെ ഏറ്റവും മികച്ച ഗ്രന്ഥങ്ങൾ, കാലത്തെ അതിവർത്തിച്ച് നിൽക്കുന്ന ക്ലാസിക് കൃതികൾ, അതൊക്കെ വായിക്കുവാൻ നമ്മൾ നിരന്തരമായിട്ട് ശ്രമിക്കുക. മുഴുവനായിട്ട് എല്ലാം വായിച്ചു തീർക്കാൻ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധ്യമല്ല. കാരണം അത്രയധികം പുസ്തകങ്ങളാണ് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്രയേറെ പുതിയ പ്രസാധകർ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് തന്നെ ഒരു 3-4 പ്രസാധകര് അവരുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ വായനയുമായി ബന്ധപ്പെട്ട സന്ദേശം ആവശ്യപ്പെട്ട് വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, എത്രയെത്ര പുതിയ പ്രസാധകരാണ് ഉണ്ടാകുന്നത്. വായന മരിക്കുന്നു എന്നൊക്കെ പലരും ഇങ്ങനെ ബഹളം വെക്കുമ്പോൾ വായന മരിക്കുന്നില്ല, വീണ്ടും കരുത്തോടുകൂടി തിരിച്ചു വരികയാണ് എന്ന് മലയാളി ലോകത്തോട് പറയുകയാണ്. കാരണം അത്രമേൽ സംസ്കൃത ചിത്തനായ ഒരു മലയാളിയെ നമുക്ക് കാണാം. എന്തിന് നിരാശപ്പെടണം? നമ്മൾ ഈ നിരാശയുടെ കവലയിൽ പ്രജ്ഞയറ്റു പോകുന്നതിന് പകരം നമ്മുടെ ലോകത്തും ചില നന്മകളുണ്ട് എന്ന് തിരിച്ചറിയുക. എല്ലാം നശിച്ചു പോയിട്ടില്ല, പോകില്ല, വല്ലതും ശേഷിക്കുമെന്ന് വിചാരിക്കെ എന്തെന്തിതൻ കരളിൽ ആനന്ദവും മിഴിയിൽ വിശ്വാസവും പുതിയ ഭാവിയുടെ തെളിവാർന്ന ജൈവപ്രകാശവും
എന്ന് നമ്മുടെ ഒരു കവി എഴുതിയിട്ടുണ്ട്. ഇരുട്ടിൽ പൊതിഞ്ഞ തിരിനാളം എന്ന കവിതയിൽ, പുനലൂർ ബാലൻ. അതാണ് എനിക്ക് വഴികാട്ടിയാവുന്നത്. കാരണം പുസ്തകങ്ങൾ നിരന്തരമായി വരട്ടെ, പുസ്തകങ്ങൾ വായിക്കാൻ ധാരാളം വായനക്കാരുണ്ടാവട്ടെ, ഗ്രന്ഥകർത്താക്കന്മാർക്ക് ആവശ്യമായ റോയൽറ്റി ലഭിക്കട്ടെ, അവർക്ക് പ്രശസ്തി ലഭിക്കട്ടെ, വായനക്കാരുടെ മനസ്സ് കൂടുതൽ വികാസപ്പെടട്ടെ എന്ന് പ്രതീക്ഷയോടെ ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. പക്ഷെ നമ്മള് പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സെലക്റ്റീവ് റീഡിംഗ് എന്ന് പറയുന്ന ഒന്ന് വളരെ ഔചിത്യത്തോടെ തിരിച്ചറിയേണ്ട ഒരു സമയമാണ്. ജനസാമാന്യത്തിൽ വായനയുടെ ശക്തി രൂപപ്പെടണം. നമ്മൾ എന്തിനാണ് ഇരുട്ടിനെ പഴിക്കുന്നത്? ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലതെന്താണ്? ഒരു ദീപം കൊളുത്തി വെക്കുക എന്ന് പറയുന്നത് പോലെ ആളുകളിൽ വായനാശീലം ഉണർത്താനും അവരിൽ പുതിയ ചിന്തകളെ ഉത്തേജിപ്പിക്കുവാനും ആസൂത്രിതമായ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നിങ്ങളൊക്കെ കഴിയുന്ന നിങ്ങളുടെ പ്രദേശങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലൈബ്രറി സംവിധാനം ഒരുക്കുവാൻ, ഒരു ഹോം ലൈബ്രറി സംവിധാനമെങ്കിലും ഒരുക്കുവാൻ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഗ്രന്ഥശാലയുടെ പ്രവർത്തനത്തിൽ സജീവമായി പങ്കാളിത്തം വഹിക്കാൻ, അതും പറ്റിയില്ലെങ്കിൽ അവിടേക്ക് നല്ല പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതിനു പകരം ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുവരവ് കൊണ്ട് നമ്മുടെ പുസ്തക വായനയുടെ സംസ്കാരം ഇല്ലാതാവുക എന്ന് പരിതപിച്ചുകൊണ്ട് എന്ത് കാര്യം? നവോത്ഥാനത്തിന്റെ വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട്, വായനയേക്കാൾ വലിയ ഗുരുവില്ല എന്ന വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് വായന ഒരു നവോത്ഥാന സംസ്കാരത്തിന്റെ പ്രക്രിയയായി തീരുന്നത്. അതിനേത് ഭാഷയിലുള്ള വായനയും സഹായിക്കും. പലർക്കും ഒരു വിചാരമുണ്ട്, ഇംഗ്ലീഷിലൂടെ മാത്രമേ ഈ നവോത്ഥാനം കടന്നു വരൂ എന്ന്. തെറ്റായ ധാരണയാണ്. നവോത്ഥാനം ഈസിക്കൽ ടു ഇംഗ്ലീഷ് എന്ന നമ്മുടെ സങ്കല്പനം അമ്പേ തെറ്റാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ സംസ്കൃത ഭാഷയുടെ അസ്ഥിവാരത്തിലേക്ക് എത്തിയ അറിവുണ്ടായിരുന്ന സാക്ഷാൽ പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ. ഇന്നിപ്പോ നിങ്ങൾക്കറിയാം, പുന്നശ്ശേരിയുടെ പേരിൽ കോളേജുണ്ട്, പട്ടാമ്പി ശ്രീ നീലകണ്ഠ കോളേജ്. കേരളത്തിലെ ആധുനിക സംസ്കൃത വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ടത് പുന്നശ്ശേരി നമ്പിയാണ്. അഗാധമായ സംസ്കൃത പാണ്ഡിത്യം ഉണ്ടായിരുന്ന, സംസ്കൃത ഗ്രന്ഥങ്ങൾ നിരന്തരമായി മനനം ചെയ്ത മഹാമനീഷിയായ ആചാര്യനായിരുന്നു പുന്നശ്ശേരി. അദ്ദേഹമാണ് ജാതി മത വർഗ വർണ്ണ ലിംഗ വ്യത്യാസങ്ങൾ ഒന്നും കൂടാതെ സകലർക്കും പട്ടാമ്പി സംസ്കൃത വിദ്യാലയത്തിൽ പ്രവേശനം അനുവദിച്ചത്. അതിനെതിരെ അന്ന് യാഥാസ്ഥിതിക വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി. കാരണം കീഴാളരായ വിദ്യാർത്ഥികളെ സംസ്കൃതം പഠിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതിന്റെ പേരിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടായി. പക്ഷേ സംസ്കൃത ഗ്രന്ഥങ്ങളുമായി നിരന്തരം പരിചയപ്പെട്ടിരുന്ന, ഇംഗ്ലീഷിന്റെ സംസ്കാരം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരു വിധത്തിലും കഴിയാതിരുന്ന പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ പ്രഖ്യാപിച്ചു, സരസ്വതിക്ക് അയിത്തമില്ല. നിങ്ങൾ ആലോചിക്കണം, അത് സംസ്കൃതം പഠിച്ചപ്പോൾ ഉണ്ടായ ബോധമാണ്. അപ്പൊ ഏത് ഭാഷ പഠിക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾ നിങ്ങളുടെ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ഭാഷയിലൂടെ ആവട്ടെ, നിരന്തരമായി വംശനാശത്തിന് വിധേയമാവുന്ന ഭാഷയിലൂടെ ആവട്ടെ, നമ്മുടെ മലയാളത്തിലൂടെ ആവട്ടെ, നവോത്ഥാനത്തിന്റെ ചിന്ത പ്രസരിപ്പിക്കുക എന്നതാണ് പ്രധാനം. സരസ്വതിക്ക് അയിത്തമില്ല എന്ന പ്രഖ്യാപനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുക എന്നതാണ് പ്രഖ്യാപനം. അങ്ങനെ പോകുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ആദരണീയനായ പ്രിൻസിപ്പളിനോട് എനിക്ക് ഈ സന്ദർഭത്തിൽ വിശേഷിച്ച് ഒരു അഭ്യർത്ഥനയുണ്ട്. ഒരുപക്ഷെ സാർ നമ്മുടെ ഈ പരിപാടിയിൽ കൂടെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല, നല്ല തിരക്കൊക്കെ കാണും. എങ്കിലും സാറിനോട്, ഇവിടെ ഉള്ളവരാരെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു അഭ്യർത്ഥന സാറിന്റെ മുമ്പാകെ വെച്ചു എന്നെങ്കിലും പറയട്ടെ. സാറുണ്ട്, സന്തോഷം. കാരണം ഏതൊരു ക്യാമ്പസിന്റെയും ഏറ്റവും വലിയ സ്വത്ത് ഞാൻ വിശ്വസിക്കുന്നത് അവിടുത്തെ ഭാഷാ വിഭാഗങ്ങളാണ്. അത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എടുത്തു നോക്കട്ടെ, വിക്ടോറിയ കോളേജ് എടുത്തു നോക്കട്ടെ, എറണാകുളം മഹാരാജാസ് കോളേജ് എടുത്തു നോക്കട്ടെ, ഏത് കോളേജ് ആണെങ്കിലും ശാസ്ത്ര വിഷയങ്ങളോട് എനിക്ക് അങ്ങേയറ്റം ബഹുമാനമുള്ള ആളാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ശാസ്ത്ര വിഷയത്തിനപ്പുറം ഭാഷയുടെ ഒരു മഹാസർഗാത്മകതയുണ്ട്. ആ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുവാൻ ആവശ്യമായ വിധത്തിൽ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും അവിടുത്തെ ലൈബ്രറി കേന്ദ്രീകരിച്ച്, അവിടുത്തെ വിവിധ ഭാഷാ വിഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഒരു ചരിത്ര പശ്ചാത്തലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്.
നമുക്കറിയാം, നമ്മളൊക്കെ ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ മധു നുകരുന്നവരാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് ഭാരതം സ്വതന്ത്രമായത് നമുക്കറിയാം അനേകം ത്യാഗധനരുടെ നിരന്തരമായ പരിശ്രമം കൊണ്ടാണ്, ദേശാഭിമാനികളുടെ പരിശ്രമം കൊണ്ടാണ്. പക്ഷേ മഹാത്മാഗാന്ധിയുടെ രംഗപ്രവേശമാണല്ലോ അതിന് നിർണായകമായ ചുവടുവെപ്പായി തീർന്നത്. മഹാത്മാഗാന്ധി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ കീഴ്പ്പെടുത്തിയത് നാനാവിധമായ സമരമാർഗങ്ങളിലൂടെയാണ്. അഹിംസയിൽ അധിഷ്ഠിതമായ നാനാവിധമായ സമരമാർഗങ്ങളിലൂടെ. വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഉപ്പു സത്യാഗ്രഹവും ദണ്ഡിയാത്രയും ഒക്കെ നമുക്ക് പരിചയമാണ്. പക്ഷേ ബ്രിട്ടീഷുകാരെ കുഴക്കിയ അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സമീപന രീതി അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെട്ടത് വായനയിലൂടെയായിരുന്നു. അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് അദ്ദേഹം പഠിച്ച, അദ്ദേഹത്തിന്റെ ഭാഷാ പഠന ക്ലാസ്സിൽ അദ്ദേഹം പഠിച്ച ഒരു കൃതിയുടെ ഉൾക്കാഴ്ചയിൽ നിന്നാണ് അദ്ദേഹം ഏറ്റവും സുശക്തമായ ഒരു സമര രൂപകം കണ്ടെത്തി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിയത്. നമ്മുടെ സിലബസിൽ ഭാഷാ പഠന ആവശ്യമുണ്ടോ? സാഹിത്യ പഠന ആവശ്യമുണ്ടോ? അതൊക്കെ വെറുതെ അല്ലേ? വെറുതെ എന്തിനാ കുറെ കഥയും കവിതയും നോവലും ഒക്കെ പഠിക്കുന്നത്? അതൊക്കെ പാഴല്ലേ എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം ഭയാനകമാം വിധം വർദ്ധിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ അവരോട് തിരിച്ച് നമ്മൾ ഗാന്ധിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയണം, ഗാന്ധിക്ക് സ്കൂളിൽ ഭാഷ പഠിക്കുവാൻ അവസരം കിട്ടിയില്ലായിരുന്നെങ്കിൽ നമുക്കിന്ന് സ്വാതന്ത്ര്യം തന്നെ അകന്നു പോകുമായിരുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഗാന്ധി സ്കൂളിൽ പഠിച്ച ഒരു പുസ്തകമാണ് തുളസീദാസ രാമായണം. തുളസീദാസ രാമായണം കേവലം ഒരു മതഗ്രന്ഥമായിട്ടല്ല ഗാന്ധിയുടെ മനസ്സിൽ പ്രവർത്തിച്ചു. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്ന ഒരു പുസ്തകം താത്കാലികമായി ചിലപ്പോൾ മതഗ്രന്ഥമായിട്ട് നിങ്ങൾക്ക് തോന്നാം, ഒരു യാത്രാവിവരണമായിട്ട് തോന്നാം, നോവലായിട്ട് തോന്നാം. പക്ഷേ ജീവിതത്തിന്റെ നിർണായകമായൊരു ദിശാസന്ധിയിൽ അത് മറ്റൊന്നായി മാറും. അതാണ് പുസ്തക വായനയുടെ വലിയൊരു സംസ്കാരം. അത് ഏത് സമയത്തും ഏറ്റവും സുശക്തമായ ഒരു രാഷ്ട്രീയോപകരണമാവാം, സാംസ്കാരികോപകരണമായി തീരാം, ഭാഷാ സ്വരൂപമായി തീരാം. അതുകൊണ്ടാണ് രാമായണവും മഹാഭാരതവും ബൈബിളും നളചരിതവും ഒക്കെ വായിക്കുമ്പോൾ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിർണായകമായ വഴിത്തിരിവിൽ അത് നിങ്ങളുടെ കൂടെ നിൽക്കും. ഒരു സംശയവുമില്ല. എവിടെ മനുഷ്യൻ വേദനിക്കുന്നുവോ അവിടെ മാനിഷാദ അരുത് കാട്ടാള എന്ന വാൽമീകി വചനം എത്തുന്നത് പോലെ, എവിടെയാണോ അധികാരത്തിന്റെ ഉത്തുംഗതയിൽ നിന്ന് വലിയൊരു പതനം ഉണ്ടാവുന്നത് അവിടെ കുമാരനാശാന്റെ വീണപൂവ് എത്തിച്ചേരുന്നത് പോലെ ജീവിതത്തിന്റെ ഏതൊക്കെയോ വഴികളിൽ നിങ്ങൾക്ക് വായന തുണ നിൽക്കും. ഗാന്ധിക്ക് അങ്ങനെ തുണ നിന്നു തുളസീദാസ രാമായണം. തുളസീദാസ രാമായണം വായിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വിത്തുപോലെ ഒരു ആശയം രൂപപ്പെട്ടത്. പിന്നെ അതൊരു വടവൃക്ഷമായി വളർന്നു. അതാണ് നിസ്സഹകരണം എന്ന് പറയുന്ന ഏറ്റവും വിപുലമായ ഒരു സമരമാർഗം. ഡിസൊബീഡിയൻസ് നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനം. ആ പ്രസ്ഥാനം നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷുകാരുടെ എല്ലാ കാര്യങ്ങളിലും നിസ്സഹകരണം പ്രഖ്യാപിക്കുക, അവരോട് സഹകരിക്കാതിരിക്കുക. അങ്ങനെ ആശയവിനിമയം അറ്റുപോയി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് ഇന്ത്യയോട് സംവദിക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയിൽ അവർക്ക് സ്വാതന്ത്ര്യം ഇന്ത്യ അർഹിക്കുന്നു എന്ന തോന്നലിലേക്ക് നയിച്ചു. ഗാന്ധിക്ക് എങ്ങനെയാണ് ആശയം ലഭിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് അശോകവനികയിൽ സീത രാവണനോട് കാട്ടിയ ഒരു സമീപനമാണ്, നിസ്സഹകരണം. രാവണന്റെ മുഖത്തേക്ക് നോക്കാതെ, രാവണന്റെ എല്ലാവിധത്തിലുള്ള വാഗ്ദാനങ്ങളെയും സമ്പൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് രാവണനോട് ഒരു വിധത്തിലും സഹകരണം പ്രഖ്യാപിക്കാതിരുന്ന ജനങ്ങളുടെ ആ സമീപനമാണ് നിസ്സഹകരണം എന്ന സമരരൂപമായി മഹാത്മാഗാന്ധി ഉപയോഗിച്ചത്. അതുകൊണ്ട് നമ്മുടെ സ്കൂൾ സിലബസുകളിലും കോളേജ് സിലബസുകളിലും ഒക്കെ വായനയ്ക്ക് എത്ര പ്രസക്തി ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ അത് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് ഈ മഹാസത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വായനയുടെ ലോകത്തിലേക്ക് പോവുക. ഒന്ന് ഞാൻ പറയാം, രാജ്യങ്ങളുടെ കഥയാവട്ടെ, രാജാക്കന്മാരുടെ കഥയാവട്ടെ, ഭരണാധികാരികളുടെ ചരിത്രമാവട്ടെ, രാജ്യതന്ത്രജ്ഞരുടെ നയപരമായ ഗ്രന്ഥങ്ങളാവട്ടെ, ശാസ്ത്രത്തിന്റെ വികാസ പരിണാമങ്ങളാവട്ടെ, ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രങ്ങളാവട്ടെ,
ഇവയെല്ലാം സംസ്കാരത്തിന്റെ ജീവനാഡിയായി സന്നിവേശിക്കപ്പെട്ടിട്ടുള്ളത് പ്രധാനമായും അവരുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഗ്രന്ഥോൽപത്തി എന്ന് പറയുന്ന വലിയൊരാശയം, പുസ്തകങ്ങൾ പിറക്കുക എന്ന വലിയൊരാശയം. പുസ്തകം എഴുതുന്ന ഒരാളെ നമ്മൾ ഗ്രന്ഥകാരൻ എന്ന് വിശേഷിപ്പിക്കും. അത് എന്തൊരു വലിയ ബഹുമതിയാണെന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. ഒരു പുസ്തകം നമ്മൾ സമ്മാനിക്കുക, നമ്മൾ എഴുതി തയ്യാറാക്കിയ ഒരു പുസ്തകം അത് ലോകത്തിന്റെ മുമ്പാകെ എത്തുക. ഈ ഗ്രന്ഥോൽപത്തിയുടെ ചരിത്രവും ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായന ദിനത്തിൽ തീർച്ചയായും അത്തരം ഒരു ചരിത്രവും കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ഇന്നും വിവാദങ്ങൾ തുടരുന്നു. എങ്കിലും ക്രിസ്തുവിന് മുമ്പ് ബാബിലോണിയയിലും സുമേറിയയിലുമുള്ള എല്ലാ പ്രധാന നീതിന്യായ തീർപ്പുകളും റവന്യൂ സംബന്ധമായ രേഖകളും ഒക്കെ കളിമൺ പലകകളിലായിരുന്നു ആദ്യകാലത്ത് രേഖപ്പെടുത്തിയിരുന്നത്. ചരിത്രം അതിന് തെളിവ് നൽകുന്നുണ്ട്. കളിമൺ ഈ പലകകൾ അതൊക്കെ രേഖപ്പെടുത്തുമായിരുന്നു. എന്ത് സംഭവിച്ചു പിന്നീട്? ഈ പലകകൾ കേടുവന്ന് നശിച്ചു പോകാതിരിക്കാൻ ഭരണികളിലൊക്കെ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ഒരു പുസ്തകത്തിന്റെ ഒരു പൂർവ്വ ചരിത്രം അങ്ങനെ. അത്തരം പലകകളാണ് പിന്നീട് പുസ്തകങ്ങളായിട്ട് മാറി തീർന്നിട്ടുള്ളത്. ഇന്ന് നിങ്ങൾക്ക് ഓരോ പുസ്തകങ്ങൾ ലഭിക്കുന്നുണ്ടാവും. ആ പുസ്തകങ്ങളുടെ പുറംചട്ടയും അതിന്റെ അകത്തെ ആ പേജിന്റെ ആ ഒരു സൗന്ദര്യവും അതിന്റെ ഗുണനിലവാരവും ഒക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഓർക്കുക, മനുഷ്യ ചരിത്രം ഈ പുസ്തകം രൂപപ്പെടുത്തുന്നതിന് പിന്നിൽ വലിയൊരു കാലഘട്ടം ഉണ്ടായി. അപ്പൊ ആ പഴയ പലകകളിൽ നിന്ന് ഇന്നത്തെ പുസ്തകങ്ങളിലേക്ക് എത്തുന്നു. അതിന്ന് ഈ ബുക്കുകളുടെ ഒരു ലോകത്തേക്ക് വരെ എത്തുന്നു. നമുക്കറിയാവുന്ന പോലെ പാപ്പിറസ് കൊണ്ടുണ്ടാക്കിയ ആ പുൽക്കടലാസ് ആയിരുന്നു കുറെ കാലം മനുഷ്യൻ എഴുതാൻ ഉപയോഗിച്ചത്. ക്രമേണ മാറുന്നു. അവൻ വികാസത്തിന്റെ പുതിയ ലോകത്തേക്ക് എത്തുന്നു. കന്നുകാലികളുടെ തോല് ക്രമേണ പുൽക്കടലാസിന്റെ സ്ഥാനം കൈവശപ്പെടുത്തുന്നു. എന്തൊരു വികാസമാണ്! ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, മനുഷ്യൻ ഇങ്ങനെ കാലങ്ങളോളം വികസിക്കുകയല്ലേ. തേനീച്ചകളുടെ കൂട് 100 നൂറ്റാണ്ടുകൾക്കപ്പുറം എന്താണോ അത് തന്നെയായി ഇന്നും തുടരുന്നു. കാക്കകൾ കൂടുണ്ടാക്കുന്നതും അങ്ങനെ തന്നെ തുടരുന്നു. പക്ഷെ മനുഷ്യൻ എന്തുമാത്രം മാറ്റങ്ങൾ വരുത്തി! അവന്റെ പാർപ്പിടങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി, അവന്റെ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തി, അവന്റെ ഭാഷയിലും സംസ്കാര വീക്ഷണത്തിലും മാറ്റങ്ങൾ വരുത്തി. അവൻ എഴുതാൻ ഉപയോഗിക്കുന്ന പേപ്പറുകൾ, അവന്റെ ജ്ഞാനശേഖരങ്ങളായി അവൻ സൂക്ഷിച്ചു വെച്ച അനേക പുസ്തകങ്ങൾ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ക്രിസ്തുവിന് മുൻപ് 2-ാം നൂറ്റാണ്ടിൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരുന്നത് ഈ മൃഗങ്ങളുടെ തോലിലാണ്. അതിനുവേണ്ടിയുള്ള മനുഷ്യന്റെ പരിശ്രമം നിങ്ങൾ ആലോചിച്ച് നോക്ക്. തുടർന്ന് 1200 വർഷങ്ങളോളം തോലിൽ എഴുതി സൂക്ഷിക്കുന്ന രീതി കടന്നു വന്നു. അതിനുശേഷം പുസ്തകങ്ങളുടെ വലിയ ഒരു ലോകം തുറക്കുന്നത് നമ്മൾ ഇന്ന് കൊറോണ വൈറസ് ഒക്കെ ഉൽപ്പാദിപ്പിച്ചു എന്ന് എല്ലാവരും പഴിക്കുന്ന ചൈനയിൽ നിന്നാണ്. ചൈനയിൽ കടലാസ് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ കടന്നു വരുന്നു. ക്രിസ്തുവർഷം 105-ലാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇതിലൊന്നും ഖണ്ഡിതമായ ഒരു അഭിപ്രായവും വന്നിട്ടില്ല. പക്ഷെ ഓർക്കുക, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, പുസ്തക വായനയ്ക്ക് മാനവിക സംസ്കാരത്തിന്റെ അത്രയും പഴക്കമുണ്ട്. ഒരുപക്ഷെ പെൻസിലും പേനയും മഷിയും പേപ്പറും, അത് നമ്മൾ കടലാസ് എന്ന് പറയുന്ന ആ പേപ്പറും അച്ചടി വിദ്യയും ഒന്നും ഇല്ലാത്ത കാലത്ത് പോലും പുസ്തകം എന്നൊരു വലിയ ആശയം, വായന എന്ന വലിയൊരു ശീലഗുണം, ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്, ശീലഗുണവും സ്വഭാവവുമാണ് അതുണ്ടായിരുന്നു. പിന്നീട് എഴുത്തുവിദ്യ കണ്ടുപിടിക്കുന്നു, താളിയോലകളുടെ കടന്നുവരവ്, മരപ്പട്ടകൾ, മരപ്പലകകൾ, കളിമൺ ഫലകങ്ങൾ, അങ്ങനെ ലിഖിതങ്ങളുടെ ഒരു വലിയ ചരിത്രം. ഞാൻ എം ജി എസ് നാരായണൻ സാറിന്റെ അടുത്തിടയ്ക്ക് പോകാറുണ്ട്. എന്റെ വീടിന്റെ അടുത്താണ്. ഞാൻ പഠിപ്പിക്കുന്ന കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ ചരിത്ര വിഭാഗത്തിന്റെ അധ്യാപകനായിരുന്നു അദ്ദേഹം. ഇന്നും നമ്മോടൊപ്പം ഉള്ള സാക്ഷാൽ MGS. അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പം ഈ ചരിത്രം മുഴുവൻ അദ്ദേഹം പറഞ്ഞു തരും. ആ ചരിത്ര സ്രോതസ്സുകൾ പിന്നീട് വായനയുടെ ഒരു വലിയ ലോകം വരും. രാജഭരണകാലം, എഴുത്തുകാരെയും ചിന്തകരെയും ഒക്കെ യഥാവിധി അംഗീകരിച്ചിരുന്ന ഒരു കാലം, അക്കാലത്തിന്റെ വൈകാരികത മുഴുവൻ ഒപ്പിയെടുത്തുകൊണ്ട് അനേകം കൃതികളുടെ കടന്നുവരും. അതങ്ങനെ ഒരു കാലം. പിന്നെ ആധുനികതയുടെ വലിയ രഥവേഗങ്ങളുടെ ഒരു കാലമാണ് ചരിത്രം കാണുന്നത്. പുസ്തക വായനയ്ക്ക് കൂടുതൽ
പ്രാധാന്യം ലഭിച്ച ഒരു കാലഘട്ടം. അത് നിങ്ങൾക്കറിയാം, അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെയാണ്. അച്ചടി യന്ത്രവും കണ്ടുപിടിച്ച സത്യത്തിൽ ചൈനക്കാരാണ്. പക്ഷേ ചലിക്കുന്ന അച്ചുകളുള്ള യന്ത്രം കണ്ടുപിടിച്ചത് 1450 കാലത്ത് ജർമ്മൻകാരനായ ജോൺ ഗുട്ടൻബർഗ് ആണ്. ഇന്ന് നമ്മൾ പറയുന്നുണ്ട് ഗുഡ് ബൈ ഗുട്ടൻബർഗ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അച്ചടിയോട് വിട. പക്ഷെ ആലോചിക്കുക, അച്ചടി വായനശീലത്തിന് നൽകിയ വലിയ വ്യാപ്തി ചിന്തിക്കുക. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് കോട്ടയം CMS കോളേജിലാണ്. അവിടെ ഒരു വർഷം പഠിപ്പിച്ചിട്ടുണ്ട് 2000. അവിടെ ബെഞ്ചമിൻ ബെയ്ലിയുടെ അച്ചുകൂടം അടുത്ത് കണ്ടിട്ടുണ്ട്. മലയാളം ഡിപ്പാർട്ട്മെന്റ് അടുത്താണ്. അപ്പൊ ആലോചിക്കുക, 1450 ജർമ്മൻകാരനായ ജോൺ ഗുട്ടൻബർഗ് ചലിക്കുന്ന അച്ചുകളുള്ള യന്ത്രം കണ്ടുപിടിക്കുന്നു. ആ അച്ചടി യന്ത്രത്തിന്റെ ആവിർഭാവം യൂറോപ്പിലെ വലിയൊരു സാംസ്കാരിക വിപ്ലവമാവുന്നു. അത് വലിയ ഭൗതിക വിപ്ലവങ്ങൾക്ക് കാരണമാവുന്നു. അച്ചടി യന്ത്രം വായനക്കാരുടെ എണ്ണത്തിൽ വലിയ കുതിച്ചുകയറ്റം ഉണ്ടാക്കുന്നു. വായന സുഗമമായൊരു പ്രക്രിയയാവുന്നു. ഒരൊറ്റ അച്ചടിച്ച അച്ചുകൾ കൊണ്ട് തന്നെ അനേക പ്രതികളുള്ള പുസ്തകങ്ങൾ ഉണ്ടാവുന്നു. പകർത്തിയെഴുത്തിന്റെ ആവശ്യമില്ലാതാവുന്നു. അതുകൊണ്ട് എന്ത് മാറ്റം ഉണ്ടായി? പ്രാദേശികമായി ഒതുങ്ങി നിന്നിരുന്ന കൃതികളൊക്കെ വിവർത്തനത്തിലൂടെ ലോകത്തെങ്ങും എത്താൻ കഴിയുന്നു. അങ്ങനെ വായനയുടെ ഒരു സാർവലൗകികമായ ചരിത്രത്തിന് ആരംഭം കുറിക്കുന്നത് ആധുനിക കാലത്താണ്. കുറഞ്ഞ വിലയ്ക്ക് പുസ്തകങ്ങൾ ലഭ്യമാകുന്നു. വായനക്കാര് പുസ്തകങ്ങൾ തേടി വരുന്നു. ഗ്രന്ഥകാരന്മാർക്ക് പുസ്തകരചന കുറെ കൂടി അനായാസമായ ഒന്നായി മാറുന്നു. അങ്ങനെ സർവവിധമായ വൈജ്ഞാനിക സമ്പത്തുകളുടെയും ചെപ്പേടുകളായി ഗ്രന്ഥങ്ങൾ മാറിത്തീരുന്നു. മനുഷ്യന്റെ പരിഷ്കാരങ്ങൾ, അവന്റെ സംസ്കൃതിയുടെ പുതിയ പുതിയ വികാസങ്ങൾ, അതൊക്കെ പുസ്തകങ്ങളിൽ കലവറയായിട്ട് നിലകൊള്ളുന്നു. തലമുറകൾ കൈമാറുന്ന ദീപശിഖകളായിട്ട് അവ നിൽക്കുന്നു. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ എന്റെ നേരെ പുറകിൽ പുസ്തകങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അഭിമാനത്തോടെ പറയട്ടെ, എനിക്ക് സ്വന്തമായി 1,00,000 പുസ്തകങ്ങളോളം എനിക്ക് സമാഹരിക്കുവാൻ നാളിതുവരെ കഴിഞ്ഞിട്ടുണ്ട്. അത് എന്റെ മാത്രം ഒരു വലിയ സംഭാവനയായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത്. 3 മുറികളിൽ നിറയെ പുസ്തകങ്ങളുണ്ട്. ഒരുപക്ഷെ മലയാളം മാഷന്മാർക്ക് ഈ പുസ്തകങ്ങൾ അടുക്കി വെക്കുന്ന രീതികളൊന്നും ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ അടുക്കി വെച്ചില്ലെങ്കിലും മനസ്സിന്റെ കോണുകളിൽ എവിടെയോ ആ പുസ്തകങ്ങൾ അടങ്ങിക്കിടപ്പുണ്ട്. എപ്പോ തൊട്ടാലും ഉയരുന്ന അനുഭവമായി. ഈ രാമേന്ദ്രൻ ഒരു കവിതയെ പറഞ്ഞ പോലെ, കത്തുകളെല്ലാം എടുത്തു കത്തിച്ചു ഞാൻ 10-15 വർഷങ്ങളായ എന്റെ തട്ടിൻപുറത്ത് തട്ടിയായി കിടന്നവ, ഒന്ന് തൊടുമ്പോഴേ ഓർമ്മകൾ നുരഞ്ഞുയരുന്നവ, പണ്ടത്തെ ആ പ്രേമലേഖന കെട്ടുകൾ എന്ന് പറഞ്ഞതുപോലെ ഒന്ന് തൊടുമ്പോഴേക്കും എത്രയോ ഓർമ്മകൾ ഉയരുന്ന നല്ലൊരു പുസ്തകശാല എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. പുസ്തകങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയാൽ മടക്കി തരത്തില്ല എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് അധികം പേർക്ക് പ്രവേശനവുമില്ല. പക്ഷെ ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ അച്ഛന് നല്ലൊരു ഗ്രന്ഥശേഖരം ഉണ്ടായിരുന്നു, അമ്മയുടെ അച്ഛന് നല്ല ഗ്രന്ഥശേഖരം ഉണ്ടായിരുന്നു. സന്തോഷത്തോടെ പറയട്ടെ, അവരുടെ വിൽപത്രങ്ങളിൽ, അമ്മയുടെ അച്ഛന്റെ വിൽപത്രത്തിൽ കയ്യിലുള്ള ഗ്രന്ഥശേഖരമൊക്കെ നൽകിയത് എനിക്കാണ് എന്ന് വലിയൊരു സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. കാരണം തലമുറകളായി, ഇപ്പൊ മഹാകവി ഉള്ളൂരിന്റെ ഒക്കെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം. ആ ഉള്ളൂര് ഉപയോഗിച്ച പുസ്തകങ്ങളും ഇപ്പൊ എന്റെ ലൈബ്രറിയിൽ ഇരിപ്പുണ്ട്. പഴയ പുസ്തകങ്ങൾ, ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ 1-ാം പതിപ്പ്, അങ്ങനെ കുറെ അപൂർവങ്ങളായ നിരവധി ഗ്രന്ഥങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആലോചിക്കാറുണ്ട്, ഞാനിപ്പോ പറഞ്ഞില്ലേ തലമുറകൾ കൈമാറുന്ന ദീപശിഖകളാണെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ അക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഈ ശേഖരിച്ചു വെച്ച പുസ്തകങ്ങൾ നാളെ എന്റെ മക്കള് സൂക്ഷിച്ചു വെക്കുമോ, അതോ അത് അനാഥമായി പോകുമോ? അങ്ങനത്തെ ഒത്തിരി കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പുസ്തകങ്ങൾ പൊന്നുപോലെ സൂക്ഷിച്ചവരുടെ അനന്തരാവകാശികൾ ആ പുസ്തകങ്ങൾ ആക്രിക്കാർക്ക് തുച്ഛമായ വിലയ്ക്ക് വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കും മനസ്സിൽ ആശങ്കയുടെ കാർമേഘങ്ങൾ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ഇടയ്ക്ക് പറയും, അച്ഛൻ മരിച്ചുപോയാൽ ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ ഏതെങ്കിലും ലൈബ്രറിക്ക് കൊടുക്കുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കും, ചുമ്മാ തമാശ. പക്ഷെ കഴിഞ്ഞ ദിവസം എനിക്കൊരു സന്തോഷമുള്ളത്, ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് മക്കൾ. ഈ കൊറോണ കാലത്തിന് അങ്ങനെയും ചില ഗുണങ്ങളുണ്ടല്ലോ.
പുസ്തകങ്ങൾ ഇരുന്ന് വായിക്കുന്നു, ഐതിഹ്യമാല വായിക്കുന്നു, പഞ്ചതന്ത്ര കഥകൾ വായിക്കുന്നു, പുതിയ പുസ്തകങ്ങൾ വായിക്കുന്നു. അപ്പൊ തലമുറകൾ കൈമാറുന്ന ദീപശിഖകളായി അവ നിൽക്കുക. ആ ഗ്രന്ഥങ്ങളിൽ മുഴങ്ങുന്ന ശബ്ദം ജീവിതത്തിന്റെ സ്പന്ദനമാണെന്ന് കുഞ്ഞുമക്കൾ തിരിച്ചറിയുകയാണ്. വികാര വിചാരങ്ങളുടെ പുനരാവിഷ്കരണങ്ങളായി അവരുടെ ഹൃദയത്തിൽ പുതിയ താളുകൾ രൂപപ്പെടുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, ആരെങ്കിലും ഒരാൾ പുസ്തകം വായിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ സഹജീവിയോട് സംവദിക്കുവാനും സഹജീവിയോട് സംസാരിക്കാനും ഇഷ്ടപ്പെടാത്ത സങ്കുചിത മനസ്ഥിതിക്കാരനാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരാൾ ഒരു പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ അയാൾ ഒരപരലോകത്തെ, തനിക്ക് അപരിചിതമായ മറ്റൊരു ലോകത്തെ കാണാനുള്ള ജിജ്ഞാസയല്ലേ പുസ്തക വായനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ പുസ്തകത്തെ സ്നേഹിക്കുന്നവൻ വാസ്തവത്തിൽ മനുഷ്യരാശിയെ തന്നെയാണ് സ്നേഹിക്കുന്നത്. സൽസ്വഭാവത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ബുദ്ധിശക്തിയുടെയും സംസ്കാരത്തിന്റെയും അച്ചടക്കത്തിന്റെയും മാനസികോല്ലാസത്തിന്റെയും ആത്മധൈര്യത്തിന്റെയും വലിയ ഗുണസഞ്ചയങ്ങളായിട്ട് പുസ്തകങ്ങൾ മാറിത്തീരുക. അതുകൊണ്ടാണ് നല്ല പുസ്തകങ്ങൾ വഞ്ചിക്കാത്ത ആത്മമിത്രങ്ങളാണെന്ന് നമ്മൾ പറയുന്നത്. നല്ല പുസ്തകങ്ങൾ തീർച്ചയായിട്ടും അതും പ്രധാന കേട്ടോ. നല്ല പുസ്തകങ്ങൾ, മോശം പുസ്തകങ്ങളും ഉണ്ട്, യാതൊരു സംശയമില്ലാതെ പറയാൻ കഴിയും. പക്ഷെ നല്ല പുസ്തകങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, നല്ല ഉപദേഷ്ടാക്കളുമാണ്. ബൈബിള് വായിക്കുക, രാമായണം വായിക്കുക, മഹാഭാരതം വായിക്കുക, ഖുർആൻ വായിക്കുക, അവിടെയൊക്കെ പുസ്തകങ്ങൾ ഉപദേഷ്ടാവിന്റെ സ്ഥാനത്തെത്തും. അതുകൊണ്ട് നിങ്ങൾ തേടിയെത്തുന്ന ഉപദേഷ്ടാവിനെ, നമ്മുടെ കയ്യിലെത്തുന്ന ഓരോ പുസ്തകത്തെയും നിങ്ങളുടെ ഗുരുക്കന്മാരായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട്, നിങ്ങളുടെ ജീവിതത്തിലെ വഴികാട്ടികളായിട്ട് നിങ്ങൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ചിലപ്പോൾ നിങ്ങളെ ചില പുസ്തകങ്ങൾ പ്രണയഭരിതരാക്കും, ചില പുസ്തകങ്ങൾ നിങ്ങളെ സാഹസികരാക്കും, ചില പുസ്തകങ്ങൾ നിങ്ങളെ പാരമ്പര്യ ബോധത്തിലേക്ക് നയിക്കും, ചില പുസ്തകങ്ങൾ ഭക്തിയുടെ വിശാലമായ അമൃതമായ സോപാനങ്ങളിലേക്ക് നയിക്കും, ചില പുസ്തകങ്ങൾ നിങ്ങളുടെ ഖേദത്തിന് ഉപശാന്തിയായിട്ട് പ്രവർത്തിക്കും, നിങ്ങൾക്കൊരു വലിയ സാന്ത്വന വചസ്സായിട്ട് നിൽക്കും. നിങ്ങളുടെ മനസ്സിൽ ഇരുട്ട് കടന്നു വരാൻ കഴിയാത്ത വിധത്തിൽ വലിയ മറയായിട്ട് നിൽക്കാനും ചില പുസ്തകങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് വായിച്ച് വളരുക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അങ്ങനെ കണക്കാക്കും. വായിച്ച് വളരുമ്പോൾ ചിന്തിച്ചു ബുദ്ധരാകുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വായന ഒരു പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്ന് കുറച്ചു മുമ്പ് ഒരു കുട്ടി ഇവിടെ സൂചിപ്പിച്ചു. ഫ്രാൻസിസ് ബേക്കന്റെ പ്രശസ്തമായ വാക്യാണ്. അതായത് നമ്മളൊക്കെ അപൂർണരായിട്ട് ജനിക്കുകയാണ്. വായനയിലൂടെ നിങ്ങളൊരു പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് എത്തുന്നു. ഒരു മഹാപുരുഷൻ അല്ലെ ഒരു മഹതി ഉത്തമനായ വായനക്കാരനാകും എന്ന് എമേഴ്സൺ പറഞ്ഞത് ഓർക്കുകയാണ്. എമേഴ്സൺ മാത്രമല്ല കേട്ടോ, നമ്മുടെ പ്രാചീനരായ വാത്മീകിയും വ്യാസനും കാളിദാസനും ഒക്കെ, ഉള്ളൂരടക്കം എല്ലാവരും ആ രീതിയിൽ വായിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ഹുവാൻ ഫാങ്കോ എന്ന് പറഞ്ഞൊരു വലിയ ചിന്തകനുണ്ടായി. അദ്ദേഹം പറഞ്ഞ കാര്യം രസകരമാണ്. അദ്ദേഹം പറഞ്ഞു, കേവലം 3 ദിവസം പോലും ഒന്നും വായിക്കാൻ കിട്ടാത്ത പണ്ഡിതന്റെ മുഖം വിവർണവും സംഭാഷണം അനാകർഷകവുമായി തീരും എന്നാ പറഞ്ഞത്. അതായത് നിരന്തരമായ വായന വേണം. അതാണ് നമ്മൾ സരസ്വതി എന്ന് പറയുന്നത്. നിരന്തരമായ പ്രവാഹിനിയാണ് വിദ്യ. അല്ലെങ്കിൽ തളം കെട്ടിക്കിടക്കും. പണ്ടെന്നോ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, കുറെ അറിവൊക്കെ ഉണ്ട്. പിന്നീട് അതൊരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത പ്രോസസ്സായിട്ട് വരുമ്പോൾ അവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യനായ പ്രിൻസിപ്പൾ പറഞ്ഞില്ലേ, സാക്ഷരത, രാക്ഷസത, ഈ 2 വാക്കുകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമുക്ക് സാക്ഷരതയുടെ പ്രശ്നം അല്ല ഉള്ളത്. സാക്ഷരതയല്ല പ്രശ്നം, മറിച്ച് മൂല്യബദ്ധമല്ലാത്ത സാക്ഷരതയാണ് ഇന്ന് നമ്മളെ ബാധിച്ചിട്ടുള്ളത്. നിരക്ഷരർ എത്രയോ ഭേദമാണ്. നിരക്ഷരർ ഈ കൊടിയ അക്രമങ്ങളൊന്നും നടത്തുന്നില്ലല്ലോ. പ്രേമാഭ്യർത്ഥന നടത്തി ആ പെൺകുട്ടി ഇറങ്ങിയില്ലെങ്കിൽ അവരെ കുത്തിക്കൊല്ലുന്നില്ലല്ലോ. അങ്ങനെയൊന്നും നിരക്ഷരർ ചെയ്യുന്നില്ല. നേരെ മറിച്ച് സാക്ഷരർക്ക് മൂല്യബോധമില്ലാതെ വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല ഗ്രന്ഥങ്ങൾ വായിച്ച് ആ നല്ല അറിവുകൾ സ്വീകരിച്ച് വിഷമഘട്ടങ്ങളിൽ മനുഷ്യരാശിക്ക് സാന്ത്വനം നൽകാൻ നമുക്ക് കഴിയണം. KP കേശവനെ പോലുള്ളവർ അത്തരം ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുസ്തകങ്ങളിലൂടെ നേടിയെടുത്ത അറിവിന്റെ കലവറ നമുക്ക് വേണ്ടിയല്ല,
അത് മനുഷ്യരാശിക്ക് വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ച എഴുത്തുകാരെ മാത്രമേ ലോകം പിൽക്കാലത്ത് ബഹുമാനത്തോടെ കാണുന്നുള്ളൂ. അപ്പൊ തോന്നാം, ഈ ജീവിതത്തിന്റെ തിരക്കിൽ അങ്ങനെയാണല്ലോ, ഈ സമയത്തെ വിനിയോഗം ചെയ്യാൻ അറിയാൻ മേലാത്തവരൊക്കെ പറയും വായിക്കാൻ സമയം കിട്ടുന്നില്ല. സമയം കണ്ടെത്തണം. നിശ്ചിതമായ ഒരു ടൈം ടേബിൾ വെച്ച് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ വായിക്കുക എന്ന നിർബന്ധ ബുദ്ധിയൊന്നും വേണമെന്ന് ഞാൻ പറയില്ല. കാരണം അത് പറയാനുള്ള യോഗ്യത എനിക്കില്ല. അത്തരം കൃത്യനിഷ്ഠതയുടെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടോടും എനിക്ക് വേണ്ടത്തിൽ യോജിക്കാൻ പറ്റില്ല. കാരണം വിശ്രമിക്കേണ്ട സമയത്ത് വായിക്കേണ്ടതല്ല പുസ്തകങ്ങൾ. അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, അത് മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ ലൈറ്റ് റീഡിങ്ങിന് വേണ്ടി നമുക്ക് ഇരുന്ന് വായിക്കാം. പക്ഷെ ഗഹനങ്ങളായ പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും വായിക്കാനും അതിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം നൽകുവാനും നമുക്ക് കഴിയണം. ഇപ്പൊ കാണുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപന. അവിടെ നമ്മൾ തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് അധ്യാപകർക്ക് വലിയ തോതിൽ ആ കാര്യത്തിൽ ഇടപെടാൻ പറ്റും. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാനൊക്കെ കോളേജിൽ ഇപ്പൊ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 21 വർഷമാകും. 2000 തുടങ്ങിയ ജോലിയാണ്. പക്ഷെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞങ്ങളുടെയൊക്കെ പുതിയ തലമുറ വിദ്യാർത്ഥികൾ വായിക്കുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാറുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, KG ശങ്കരപ്പിള്ള സാറിനായിരുന്നു ലൈബ്രറിയുടെ ചുമതല. MA പഠനകാലത്തിന്റെ തിരക്കുകൾക്കിടയിലും ഞങ്ങളൊക്കെ പോയി പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അപ്പൊ മാഷ് ആ ലൈബ്രറി രജിസ്റ്റർ നോക്കിയിട്ട് എന്നെയൊക്കെ വിളിച്ച് ഉപദേശിക്കുമായിരുന്നു. സാഹിത്യ വിമർശന ഗ്രന്ഥങ്ങളാണ് കൂടുതൽ വായിക്കുന്നത്, യാത്രാ വിവരണങ്ങൾ വായിക്കണം, നോവലുകൾ വായിക്കണം, കവിതകൾ വായിക്കണം. അപ്പൊ ഓരോ വിദ്യാർത്ഥികളുടെയും വായനയുടെ ദിശ പോലും തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി സ്വന്തം സമയം മാറ്റി നിർത്തുന്ന അധ്യാപകരും നമുക്കുണ്ടാവണം. കാരണം ഇത് മാനസികോല്ലാസം നൽകുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ മാനസികോല്ലാസം മാത്രമല്ല പുസ്തകത്തിന്റെ പിന്നിലുള്ള പ്രാധാന്യം. അതാണ് ഞാൻ പറയുന്നത്, മടിയന്മാരെ പോലെ എനിക്ക് സമയമില്ല നമ്മൾ ഒരിക്കലും പറയരുത്. ഭാരിച്ച ജോലി തിരക്കിനിടയിലും ഗ്രന്ഥപാരായണം മുടങ്ങാതെ നിർവഹിക്കണം. അഴീക്കോട് മാഷ് അങ്ങനെയായിരുന്നു. പകല് മുഴുവൻ പ്രസംഗങ്ങള്, യാത്രകള്, പക്ഷെ മാഷ് കുത്തിയിരുന്ന് വായിക്കുമായിരുന്നു. MB ശങ്കുണ്ണി നായർ, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന സാഹിത്യ വിമർശകന, അദ്ദേഹം എഴുന്നേറ്റ് നിന്നാണ് വായിക്കുക. ഒരു കാല് കസേരയിൽ വെച്ച് ഒരു കാല് നിലത്ത് കുത്തി കൊക്ക് നിൽക്കുന്ന പോലെ നിന്ന് വായിക്കും. 5-6 മണിക്കൂർ നിന്ന് വായിക്കുമായിരുന്നു. അറിവിന്റെ വലിയ ചക്രവാളങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചത് അങ്ങനെയാണ്. നിങ്ങൾ ആലോചിക്കുക, യുദ്ധരംഗത്ത് വലിയ യുദ്ധങ്ങൾ നടക്കുമ്പോൾ പടകൂടാരം അവിടെ ഉള്ള സമയത്ത് തന്നെ യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടും എന്നറിയുമ്പോൾ തന്നെ ജൂലിയസ് സീസർ തന്റെ നിത്യ വ്രതം എന്നോണം പുസ്തക പാരായണം നടത്തുമായിരുന്നു ഞാൻ കേട്ടുള്ളത്. ദിവസം 1/2 മണിക്കൂറെങ്കിലും പുസ്തകം വായിക്കാതെ ഉറങ്ങാത്ത ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ബ്രിട്ടനിൽ. അസ്ഫിൻഡ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഇന്ന് അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നത് അതിന്റെ പേരിലാണ്, അല്ലാതെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി എന്നതിന്റെ പേരിലല്ല. അദ്ദേഹം എത്ര തിരക്കുണ്ടെങ്കിലും 1/2 മണിക്കൂറെങ്കിലും ഒരു പുസ്തകം വായിക്കും. ചാൾസ് ലാംബ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹം എന്തിനായിരുന്നു അറിയോ? അദ്ദേഹം ഭക്ഷണം കഴിക്കാനുള്ള പണം ഉപയോഗിച്ച് പുസ്തകം വാങ്ങി വായിക്കുമായിരുന്നു. എന്നിട്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു കുറവ് വരുത്തും, പക്ഷെ പുതിയ പുസ്തകങ്ങൾ വായിക്കും. വേറൊരാളുണ്ട്, ജവഹർലാൽ നെഹ്റു. നിങ്ങൾക്കറിയാം, സ്വയം ഗ്രന്ഥകാരൻ തന്നെയാണല്ലോ. വിശ്വചരിത്രാവലോകനവും ഒക്കെ എഴുതിയ സാക്ഷാൽ ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന് എത്രയോ ആളുകൾ പുസ്തകം അയച്ചു കൊടുക്കുമായിരുന്നു. ആ പുസ്തകപ്പൊതി കയ്യിൽ കിട്ടിയാൽ നെഹ്റു ആ പുസ്തകം വായിച്ച ശേഷം മാത്രമേ അലമാരയിൽ വെക്കുമായിരുന്നുള്ളൂ. ഇന്നത്തെ സ്ഥിതിയോ നിങ്ങൾ ആലോചിക്കുക. ഇന്ന് നമ്മുടെ വീടിന്റെ മുൻപിൽ വലിയൊരു ഷോക്കേസിൽ പുസ്തകങ്ങൾ വെക്കും, മറ്റുള്ളവർ കാണാൻ. പൊടി പോലും പിടിക്കാറ്. വായനക്കാരന്റെ കരലാളനമേൽക്കാത്ത പുസ്തകങ്ങൾ കൊണ്ട് എന്താ പ്രയോജനം? ആലോചിച്ചു നോക്കുക, ചിന്തിക്കുക. ഇന്ദിരാഗാന്ധി നെഹ്റുവിന് ഒരു കത്തെഴുതുന്ന അച്ഛാ, ഇന്ന് ഞാൻ ചരിത്ര പുസ്തകം വായിച്ചു എന്ന് ഇന്ദിരാഗാന്ധി പറയുന്നു. അതിന് നെഹ്റുവിന്റെ ഒരു മറുപടിയുണ്ട്. ചരിത്ര പുസ്തകം വായിച്ചാൽ മാത്രം പോലെ, ചരിത്രം സൃഷ്ടിക്കണം. അതാണ്. നിങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനൊപ്പം തന്നെ അത്തരത്തിലുള്ള മഹത്തായ ചരിത്രം സൃഷ്ടിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. അതുകൊണ്ട് സുദീർഘമായി ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ
തീരാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. പക്ഷെ ആലോചിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും പറയുന്നത് പോലെ നമുക്ക് ഈ പുസ്തകങ്ങളൊന്നും ഇല്ലാതെയും അങ്ങനെ ജീവിച്ചു പോകാം. ഉത്തമാംഗം വയറെന്നു നിനയ്ക്കുവോ എന്ന് സഞ്ജയൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എം.ആർ. നായർ, സഞ്ജയൻ. കുട്ടിക്കൃഷ്ണമാരാരുടെ മലയാള ശൈലി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് പണ്ഡിതനായ സഞ്ജയനായിരുന്നു എം.ആർ. നായര്. സാഹിത്യ നികക്ഷമൊക്കെ എഴുതിയ സാക്ഷാൽ സഞ്ജയൻ. സഞ്ജയൻ അസാധ്യമായ വായനാശീലത്തിന്റെ ഉടമയായിരുന്നു. അസാധ്യമായ വായനാശീലം. പാശ്ചാത്യവും പൗരസ്ത്യവുമായ ഗ്രന്ഥങ്ങളുടെ ആഴങ്ങളിലേക്ക് പോയ വലിയ മനുഷ്യനായിരുന്നു സഞ്ജയൻ. അപ്പൊ അത്തരത്തിലുള്ള വലിയ മനുഷ്യര് ഈ സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. വായിക്കാതിരിക്കാൻ പറ്റില്ല. വായിച്ചാലും വളരും എന്ന് നമ്മൾ എപ്പോഴും പറയും. കുഞ്ഞു ഭാഷ വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും. വായിക്കാതെ വളർന്നാൽ വളയും. ഈ വളയുക എന്ന പ്രയോഗത്തിന്റെ പ്രാധാന്യം ഓർക്കണം. വായിക്കാതെയും നമുക്ക് ജീവിക്കാം, വായിക്കാതെയും നമുക്ക് വളരാം. പക്ഷെ അങ്ങനെ വളർന്നാൽ നമ്മൾ വളഞ്ഞു പോകും. വളഞ്ഞു പോകുക എന്ന് വെച്ചാൽ നിങ്ങൾ നട്ടെല്ലുയർത്തി ലോകത്തോട് ചരിത്ര നിഷ്ഠയോടുകൂടി നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാതെ പോകും. അതാണ് ജോയ് ഓഫ് റീഡിങ് എന്ന ആശയം. അങ്ങനെയാ വരുന്നത്. വായന ഒരു ശീലമാക്കി മാറ്റിയാൽ, രസകരമായ ഒരു സാംസ്കാരിക പ്രക്രിയയായിട്ട് തിരിച്ചറിഞ്ഞാൽ, ചെറുപ്പകാലം മുതൽ നമ്മിൽ നാമ്പിടുന്ന ഒരു സ്വഭാവശീലമായിട്ട് മാറിയാൽ, ഒരു സംശയവുമില്ല, പുതിയ പുസ്തകങ്ങൾ തേടി പിടിക്കാൻ നിങ്ങൾ തയ്യാറാവും. പക്ഷേ ഇപ്പോഴുള്ള ഒരു സങ്കടകരമായ കാര്യം, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് നമുക്ക് ധാരാളം ഗ്രന്ഥശാലകൾ ഉണ്ട്. പലതും ലോക്ക്ഡൌണിന്റെ ഒക്കെ ഭീഷണിയില്ല. പക്ഷെ അതിനു മുമ്പും എനിക്ക് തോന്നുന്നത് നമുക്ക് ഗ്രന്ഥശാലകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് വായനശാലകൾ അത്രത്തോളം ഉണ്ടോ എന്ന് ചിന്തിക്കുക. ഗ്രന്ഥശാല എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രന്ഥങ്ങള്, കെട്ടുകണക്കിന് ഗ്രന്ഥങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളല്ല ഗ്രന്ഥശാലകൾ. വലിയ ലൈബ്രറികൾ, സർക്കാർ ഫണ്ടും അല്ലാതെയൊക്കെ പ്രവർത്തിക്കുന്ന ലൈബ്രറികൾ, അതല്ല വേണ്ടത്. ഞാൻ അങ്ങനെ അല്ല കരുതുന്നത്. വായന നടക്കാത്ത ഗ്രന്ഥശാലകൾ കൊണ്ട് എന്താണ് ഗുണം? പുസ്തകത്തിൽ ഇരിക്കുന്ന വിദ്യ എന്ന് പറഞ്ഞാൽ അന്യന്റെ കയ്യിലിരിക്കുന്ന ധനം പോലെയാണെന്ന് ഭാരതീയ സംസ്കൃതി ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. പുസ്തകസ്ഥിതം വിദ്യ, പരഹസ്തസ്ഥിതം ധനം. അത് ചിന്തിക്കുക, അത് നമ്മൾ ഓർക്കുക. പുസ്തകങ്ങളിലിരിക്കുന്ന വിദ്യ അന്യന്റെ കയ്യിലിരിക്കുന്ന ധനം പോലെയാണ്. നമുക്കൊരു പ്രയോജനവും ഇല്ല. ഒരാവശ്യം വരുമ്പോൾ നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ആ ധനം നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് സ്വാംശീകരിക്കാൻ കഴിയണം. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ച വായനയും വിദ്യാഭ്യാസവും എന്ന ആശയത്തിന്റെ പ്രസക്തി. ആചാര്യ പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയാ പാദം സംരംഭചാരിഭ്യാം പാദം കാലക്രമേണ തൂ എന്ന് പറയും. ആചാര്യൽ നിന്ന് അറിവിന്റെ കാൽഭാഗം ബ്രഹ്മചാരികളിൽ നിന്ന്, സഹചാരികളായ കുട്ടികളിൽ നിന്ന് അറിവിന്റെ കാൽഭാഗം നിങ്ങൾ നിരന്തരമായി വായനയിലൂടെയും മറ്റ് അന്വേഷണങ്ങളിലൂടെയും ഒക്കെ നേടിയെടുക്കണം. അത് ഇന്റർനെറ്റിന്റെ ഒക്കെ സഹായത്തോടെ അറിവിന്റെ ലോകം നേടിയെടുക്കണം. ബാക്കി കാലഭാഗം ജീവിതത്തിന്റെ മഹാവഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നേടിയെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിലെ മഹാവേദനകളെ പോലും ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് പുസ്തകം സഹായകരമാവും. പുസ്തകം നിങ്ങൾക്ക് പട്ടിണിയെ പോലും ഇല്ലാതാക്കാൻ ഉള്ള ഉപാധികൾ പറഞ്ഞു തരും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ പല പ്രവൃത്തികളുടെയും പിന്നിൽ പുസ്തകങ്ങളല്ലേ വലിയ സേവനം അനുഷ്ഠിക്കുന്നത്, അല്ലേ? രാമായണം വായിച്ച് ഭഗവത്ഗീത വായിച്ച് മുന്നോട്ട് പോയ മഹാത്മാഗാന്ധി, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് എ ലൈഫ് എന്നത് ഒരു മൊബൈൽ ഫോണിന്റെ പരസ്യം മാത്രമല്ല. കാൾമാർക്സിന്റെ ഡാസ് വായിച്ച് ജീവിതം മുഴുവൻ മാർക്സിസ്റ്റ് പ്രചരണത്തിന് വേണ്ടി മുന്നോട്ട് പോയ എത്രയോ മനുഷ്യരുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഒരു പുസ്തകം ഏത് വിധത്തിലും നിങ്ങളെ മാറ്റാം. പട്ടിണിയായ മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുത്തോളൂ, ആയുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ കാലത്തൊക്കെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്ന വരിയ അത്. എഴുതിയത് മലയാളികളല്ല, വിശ്വ പ്രശസ്തരായ നാടകകൃത്ത് ബൃഹത്ത് എഴുതിയ വരികളാണ്.
പട്ടിണിയായ മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുത്തോളൂ. അസംബന്ധം നിറഞ്ഞ ഒരു പ്രസ്താവനയായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ മൂന്നാമത്തെ വരിയോ, പുത്തനൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. ആ പുസ്തകം കയ്യിലെടുത്തുകൊണ്ട് ആ പുത്തൻ ആയുധത്തിന്റെ സഹായത്തോടെ ജീവിതത്തിന്റെ വലിയ ക്ലേശങ്ങൾ കടന്നു പോകാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ നമ്മുടെ മാനസികാവസ്ഥയെ ഉയർത്തുവാൻ നമ്മൾ തയ്യാറാവണം. അല്ലാതെ ഇന്റർനെറ്റിനെ കുറ്റം പറഞ്ഞ്, പുതിയ തലമുറ വായനാശീലം ഇല്ലെന്ന് പറഞ്ഞ് ഒന്നും മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ അതിന്റെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വായനയുടെ ആ പ്രപഞ്ചത്തിലേക്ക് കടന്നു പോകാനും വായനയുടെ ആഴങ്ങൾ സ്വയം നേടിയെടുക്കാനും നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിക്കുകയും സിലബസിനപ്പുറത്ത്, എനിക്ക് തോന്നുന്ന സിലബസും വേണം, സിലബസ് മോശം കാര്യമൊന്നും അല്ല, പക്ഷെ സിലബസിനപ്പുറത്തേക്ക് ഉള്ള പുസ്തകങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനും അധ്യാപകരുടെ കടമയും അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠിപ്പിക്കാനുള്ള സിലബസിനെ മാത്രം തീർക്കുന്നവരല്ല അധ്യാപകർ. പഠിപ്പിക്കാനുള്ള സിലബസ് അവഗണിക്കുന്നവരെയും നമുക്ക് അധ്യാപകരായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ NH സഞ്ചരിക്കുമ്പം മയിൽക്കുറ്റികൾ കണ്ടിട്ടില്ലേ? അതാണ് അധ്യാപകന്റെ ചുമതല. നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുവന്ന് എത്തിക്കേണ്ടത് അധ്യാപകന്റെ ചുമതലയല്ല. പക്ഷെ ലക്ഷ്യസ്ഥാനം ചൂണ്ടിക്കാണിക്കാൻ മയിൽക്കുറ്റികളെ പോലെ പ്രവർത്തിക്കുന്ന അധ്യാപകരാണ് വലിയ അധ്യാപകർ. പർവ്വത ശിരസ്കരായ ആ വലിയ അധ്യാപകരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് നന്നായിട്ട് ഈ കൊറോണയൊക്കെ മാറിക്കഴിഞ്ഞ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ലൈബ്രറി ആവട്ടെ അവിടെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ കോളേജിലെ ലൈബ്രറി ആവട്ടെ അവിടെയും നിങ്ങൾ നല്ല മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് നന്നായിട്ട് ഈ വായനയുടെ വലിയ ലോകങ്ങളിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയണം. ഞാൻ അവസാനിപ്പിക്കട്ടെ. എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരു മനുഷ്യൻ, വലിയ വലിയ ലോകങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ഒരു മനുഷ്യൻ, APJ അബ്ദുൽ കലാം. രാമേശ്വരത്ത് നിന്ന്, ആ സാധാരണ ബാലനിൽ നിന്ന് 120 കോടിയിലധികം ജനങ്ങളുടെ പ്രഥമ പൗരനായി തീർന്ന, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രഥമ പൗര പദവിയിലേക്ക് ഉയർന്ന നിസ്വാർത്ഥനായ അഗ്നിച്ചിറകുകൾ മലയാളിക്ക് സമ്മാനിച്ച, അല്ലെങ്കിൽ ലോകത്തിന് സമ്മാനിച്ച സാക്ഷാൽ APJ അബ്ദുൽ കലാം വായനയെ കുറിച്ച് പറഞ്ഞൊരു കാര്യം സൂചിപ്പിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം എഴുതി, ഞാനത് കുറിച്ചു വെച്ച വാക്യങ്ങളാണ്: പുസ്തകങ്ങളായിരുന്നു എല്ലായ്പ്പോഴും എന്റെ മിത്രങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, രാമേശ്വരത്തെ ആ കടൽ തീരത്തെ ആ കുട്ടി എഴുതിയതാണ്. പുസ്തകങ്ങളായിരുന്നു എല്ലായ്പ്പോഴും എന്റെ മിത്രങ്ങൾ. 50-ലേറെ വർഷങ്ങളിലായി പുസ്തകങ്ങൾ എനിക്ക് സ്വപ്നങ്ങൾ നൽകി. സ്വപ്നങ്ങൾ ദൗത്യത്തിലേക്ക് നയിച്ചു. ഏറ്റെടുക്കുവാനുള്ള ആത്മവിശ്വാസം പകർന്നു. പരാജയവേളകളിൽ പുസ്തകങ്ങൾ എനിക്ക് ധൈര്യം പകർന്നു. നല്ല പുസ്തകങ്ങൾ എനിക്ക് മാലാഖമാരെ പോലെയാണ്. അവ എന്റെ ഹൃദയത്തെ സൗമ്യമായി തലോടുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ പുസ്തകങ്ങളെ ചങ്ങാതിമാരാക്കുക. പുസ്തകങ്ങളാണ് നിങ്ങളുടെ നല്ല കൂട്ടുകാർ. ഇതിലും നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല മറ്റൊരാളും വായനയുടെ ലോകത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ പുസ്തകങ്ങൾ വായിക്കാൻ തയ്യാറാകുക. നമ്മുടെ കോളേജൊക്കെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഈ ബൊക്കയും അല്ലെങ്കിൽ മറ്റുമൊക്കെ കൊടുക്കുന്നതിന് പകരം നമുക്ക് ആർക്കാണെങ്കിലും ഒരു സമ്മാനമായിട്ട് ഒരു പുസ്തകം കൊടുക്കാനുള്ള ഒരു ശീലം, അത് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കോളേജിനും സ്വീകരിക്കാവുന്ന ഒരു നല്ല വഴിയാണ്. ആര് വന്നാലും കോളേജിന്റെ സീല് വെച്ച് ഒരു പുസ്തകം സമ്മാനിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം. ഞാൻ ഒരു സംഭവ കഥയും കൂടെ സൂചിപ്പിച്ച്, കൊച്ചുകുട്ടിയായിരുന്ന ഒരാള്, അയാള് 4-ാം വയസ്സിൽ അക്ഷരാഭ്യാസം നേടിയ കാലം മുതൽ പുസ്തകങ്ങൾ വായിക്കാൻ കൊതിച്ചവന്. ഒരുപക്ഷെ ആ 4-ാമത്തെ വയസ്സിൽ പുസ്തകങ്ങൾ വായിച്ച് ഗ്രഹിക്കാനുള്ള പ്രാപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 4-ാം വയസ്സ് മുതലേ പുസ്തകങ്ങൾ കയ്യിലെടുക്കുകയും അത് വായിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കൊച്ചു ബാലൻ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അവനൊരു 7 വയസ്സൊക്കെ ആയപ്പം അവൻ ഒരുമാതിരി നല്ല വായനക്കാരനായിട്ട് വളർന്നു. 7 വയസ്സെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, തമിഴ്നാട്ടിൽ ഒരു LP സ്കൂളിൽ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. ആ കുട്ടി ആരാണെന്ന് ഞാൻ സൂചിപ്പിക്കാം നിങ്ങളോട്. സമയം അവസാനിക്കാറാകുന്നു. എനിക്ക് 5 മണിക്ക് S രമേശൻ നായർ സാറുമായിട്ട് ബന്ധപ്പെട്ട
ഒരു അനുസ്മരണ സമ്മേളനത്തിന്റെ ആലോചനാ യോഗമുണ്ട്. ഞാൻ അങ്ങോട്ട് പോകും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ. എന്നാൽ ഈ കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് പോകാമെന്ന് തോന്നുന്നു. വിവേകാനന്ദ സ്വാമികള് ദക്ഷിണ ഭാരതത്തിലൂടെ സഞ്ചരിക്കുന്ന കാലമായിരുന്നു. അദ്ദേഹം തമിഴ്നാട്ടിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ ഒരു LP സ്കൂളിൽ ചെന്നു. ആ LP സ്കൂൾ സന്ദർശിച്ചു. കൊച്ചു കുട്ടികളാണ്, തീരെ പാവപ്പെട്ട വീടുകളിലെ കുട്ടികൾ. ശോചനീയമായ സ്കൂൾ പരിസരം. സ്വാമിജി ആ കുട്ടികളോട് സംവദിക്കാൻ ആഗ്രഹിച്ചു. കുഞ്ഞുങ്ങളോട് സംസാരിക്കണമെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമല്ലോ. സ്വാമിജി ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചു. ഒരു നിസ്സാരമായ ചോദ്യമാണ്. ഈസ് കൃഷ്ണ പെയിന്റഡ് ഇൻ ബ്ലൂ? ഇതായിരുന്നു ചോദ്യം. വൈ ഈസ് കൃഷ്ണ പെയിന്റഡ് ഇൻ ബ്ലൂ? കൃഷ്ണനെ എന്തുകൊണ്ടാണ് നീല നിറത്തിൽ ഈ ചിത്രകാരന്മാരൊക്കെ വരച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യത്തിലൊക്കെ എന്തുകൊണ്ടാണ് കൃഷ്ണൻ നീല നിറം കൊടുത്തത്? ഇതായിരുന്നു വിവേകാനന്ദ സ്വാമിയുടെ കൗതുകം നിറഞ്ഞ ചോദ്യം. ഒരു കുട്ടിയും ഉത്തരം പറയുമെന്ന് സ്വാമിജി കരുതിയില്ല. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, 4ാം ക്ലാസ് മുതൽ പുസ്തകങ്ങൾ കയ്യിലെടുക്കാൻ ആഗ്രഹിച്ച, 7ാമത്തെ വയസ്സിൽ ഒരുമാതിരി അക്കാലത്ത് കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ച് മനോമണ്ഡലത്തെ വികസിപ്പിച്ച ഒരു കൊച്ചുകുട്ടി. ദുർബലനായിരുന്നു അവൻ ആകൃതിയിൽ. അവൻ എഴുന്നേറ്റു. ആ കണ്ണുകൾ തിളങ്ങി. സ്വാമി ചോദിച്ചു, കുഞ്ഞിനറിയാമോ ഉത്തരം? ആ കുഞ്ഞ് മനോഹരമായ തമിഴിൽ മറുപടി നൽകി. ഞാനത് ഇംഗ്ലീഷിൽ പറയട്ടെ. ചോദ്യം ഇതായിരുന്നു, വൈ ഈസ് കൃഷ്ണ പെയിന്റഡ് ഇൻ ബ്ലൂ? ഉത്തരം നൽകിയത് ഇത്: It is the color of the sky. It is the color of the ocean. It is the color of the infinity. So Krishna painted in blue. സ്വാമിജിക്ക് സന്തോഷമായി. സ്വാമിജി ആഗ്രഹിച്ച ഉത്തരമായിരുന്നു അത്. നീല നിറം എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ നിറമാണ്, സമുദ്രത്തിന്റെ നിറമാണ്, അനന്തതയുടെ നിറമാണ്. ഇത് മൂന്നും ചേരുന്ന കൃഷ്ണന് നീല നിറം കൽപ്പിച്ചത് സ്വാഭാവികം തന്നെ എന്ന മട്ടിൽ ആ കൊച്ചുകുഞ്ഞ് ഉത്തരം പറഞ്ഞു. സന്യാസിയായ വിവേകാനന്ദന് അവന് വലിയ പാരിതോഷികങ്ങളൊന്നും കൊടുക്കാൻ കഴിവുണ്ടായിരുന്നില്ല. സ്വാമിജി തന്റെ ഉത്തരീയം ആ കുഞ്ഞിന് ഇട്ടുകൊടുത്തു. ആ കുഞ്ഞ് വായനയിലൂടെ നേടിയെടുത്ത അറിവാണ് അവിടെ പ്രസരിപ്പിച്ചത്. നിങ്ങൾക്കറിയാമോ, ആ കുഞ്ഞ് പിന്നീട് വളർന്നു വലുതായി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായി. ഇന്ന് മാത്രമല്ല, അദ്ദേഹം ഭാരതരത്ന വാങ്ങി, നിരവധി ബഹുമതികൾ വാങ്ങി, ലോകത്തെ ഏറ്റവും വലിയ നയതന്ത്രജ്ഞനായി മാറി. എന്ന് മാത്രമല്ല, കണ്ണന്റെ വഴി എന്ന വിഖ്യാതമായ ഗ്രന്ഥം എഴുതി തന്റെ കുട്ടിക്കാലത്തെ വായനയുടെ സാഫല്യത്തെ പ്രകാശിപ്പിച്ച ആ വലിയ മനുഷ്യന്റെ പേരായിരുന്നു. ആ കുഞ്ഞ് വളർന്ന്, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, വിത്തിൽ നിന്ന് മഹാവൃക്ഷമായ കുഞ്ഞ് വളർന്നത് വായനയിലൂടെ. സർ സി രാജഗോപാലാചാരി എന്ന വലിയ മനുഷ്യനാണ് എന്നോർക്കുക. അതാണ് വായനയുടെ വലിയ സത്യം. അതുകൊണ്ട് വായിച്ച് കൂടുതൽ വളരാനും പുതിയ പുസ്തകങ്ങളെ സ്നേഹത്തോടെ പരിപാലിക്കുവാനും നെഞ്ചോട് ചേർത്ത് വെക്കുവാനും വൈവിധ്യമുള്ള വായനയുടെ ലോകങ്ങളിലൂടെ പോകാനും, അത് പുതിയ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആവട്ടെ, ഒക്കെ ആവട്ടെ, ഏത് വിധത്തിലും ആവട്ടെ, നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാ തുറസുകളിലുമുള്ള വായനകളെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയട്ടെ. അങ്ങനെ ജനാധിപത്യ ബോധമുള്ളവരായി, സംവാദ ശക്തിയുള്ളവരായി, ഭാഷാവബോധമുള്ളവരായി, സംസ്കാര ബോധമുള്ളവരായി, നന്നായി പെരുമാറാൻ കഴിയുന്ന ഉത്തമ പൗരന്മാരായി നിങ്ങൾക്ക് മാറിത്തീരാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വ്യക്തിയിൽ നിന്ന് പൗരനായി വളരുവാൻ, സിറ്റിസൺ എന്ന അവസ്ഥയിൽ നിന്ന് നെറ്റിസൺ എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറട്ടെ. എങ്കിലും നിങ്ങൾ നല്ല പൗരന്മാരായി തീരുവാൻ വായന നിങ്ങളെ സഹായിക്കട്ടെ. PN പണിക്കരുടെ ധന്യമായ ജീവിതം നിങ്ങൾക്കതിന് വലിയ തെളിവ് നൽകട്ടെ. തീർച്ചയായും മറ്റു പല ക്യാമ്പസുകൾക്കും ഇല്ലാത്ത സവിശേഷമായ, എനിക്ക് തോന്നുന്ന അപൂർവമായ ഒരു, മലയാളിയുടെ നാമശേഖരത്തിൽ തന്നെ അപൂർവമായ ഒരു പേരാണ് ഈ കോളേജിനുള്ളത്. തൃശ്ശൂര് പുതുക്കാട് ജ്യോതി എന്ന പേര് കൂടുതൽ കൂടുതൽ വികസിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
പുതിയതായി ചുമതല ഏറ്റെടുത്ത പ്രിൻസിപ്പലിന് കർമ്മകുശലതയോടെ ഈ ക്യാമ്പസിനെ നയിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയങ്കരിയായ കൂട്ടുകാരി ഷിൻഡ ടീച്ചറിന്റെ സ്നേഹത്തിന് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് നിങ്ങളോടുള്ള എല്ലാ സ്നേഹവും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ, നന്ദി, ഒത്തിരി നന്ദി. ഒരു കവിത കേൾക്കാനുള്ള സമയം സാറിന് ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഓ, ഒരു കവിത കേൾക്കാനുള്ള സമയം ഉണ്ടോ? 2 മിനിറ്റ് സാറിന്. സാർ 5 മണിക്ക് ലീവ് ചെയ്യോ? 5 മിനിറ്റും കൂടി ഇരുന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. ഓക്കെ, അപ്പൊ ഞാൻ മാർട്ടിൻ, സെക്കൻഡ് ഇയർ ഇംഗ്ലീഷിലെ കുട്ടിയാണ്, നന്നായി കവിത ചൊല്ലും. സന്തോഷം. മാർട്ടിൻ. ഓക്കെ. നമസ്കാരം. ശ്രീ ഡി വിനയചന്ദ്രന്റെ കാട് എന്ന കവിത. കാടിന്റെ ഹരിത നിഗൂഢതകളിലൂടെ ആത്മപ്രയാണം നടത്തുന്ന കവി മനസ്സ് പ്രപഞ്ച മാതാവിന്റെ കാൽത്തളത്തിളക്കമായി കാടിനെ തിരിച്ചറിഞ്ഞു. ഞാനെന്തു പേരിടും കാട്ടിലെ കാരണോന്മാർക്കെന്തു പേരിടും, കോടാനുകോടിയാവർത്തിച്ചു പോകിലും കോടിക്കവസാനമില്ലാത്ത കല്ലുകൾ ഏറിവരും തോറുമൂറ്റം പ്രണയത്തിനേറി വരുന്നോരു കുന്നും മുടികളും ചുറ്റിയിറങ്ങിക്കറങ്ങിത്തളരിലും എത്തി നിൽക്കുന്ന താഴ്വാരങ്ങൾ മേടുകൾ. ഞാനെന്തു പേരിടും കാട്ടിലെ കുട്ടികൾക്കെന്തു ഞാൻ പേരിടും, ഓരോ നിഴലും വെയിലിന്റെ പൂക്കളം, ഓരോ വളവിലും പൂക്കുന്ന പൂരങ്ങൾ, കാട്ടുദൈവങ്ങൾ, പരേതർ ജനിക്കാത്ത കൂട്ടുകുടുംബങ്ങൾ, ചാറ്റുകൾ, തോറ്റങ്ങൾ, കാട്ടുതീ കണ്ണെഴുതിയിടുന്ന സന്ധ്യകൾ, കാട്ടാളവേഷം പകരുന്ന രാത്രികൾ, കാടു കുഴിയുമ്പോൾ കാടു വിരിയുന്ന കാടിന്റെ കാലം വരുന്നതോ പോന്നതോ, കാട്ടിൽ നിലാവുണ്ടു നട്ടുച്ച നേരവും രാത്രിയിൽ സൂര്യന്റെ പേരും തെളിച്ചവും. ഞാൻ എന്തു പേരിടും ആകാശ നക്ഷത്ര പീഠത്തിൽ ലീലാരസധ്യാനലോലയായി വീണ വായിക്കും പ്രപഞ്ചമാതാവിന്റെ പാദസരങ്ങളിൽ ഒന്നിന്റെ ചെഞ്ചിലം കാട്, അവൾ കാലും നിളക്കിള കൊള്ളുകെ കാലമുന്മേഷ നിമേഷണം കൊള്ളുന്നു. കാടിനു ഞാൻ എന്തു പേരിടും, കാടിനു ഞാൻ എന്റെ പേരിടും. പേരുകൾ ചന്ദ്രനും ഭൂമിയും സൂര്യനും പേരുകളല്ലയോ സർവചരാചരം. പേരുകൾക്കുള്ളിൽ പെരുമാളിരിക്കുന്നു, പേരും പെരുമാളും ഒന്നു തന്നല്ലയോ, ഒന്നു തന്നല്ലയോ. നിങ്ങളും ഞാനും ഈ കാടും കിനാക്കളും അണ്ടകടാഹവും പൂർണ്ണമതേ ഇതു പൂർണ്ണം, പൂർണ്ണമതേ ഇതു പൂർണ്ണം. മനോവസ്തു പൂർണ്ണത്തിൽ നിന്നൊരു പൂർണ്ണമുണ്ടാകുന്നു, പൂർണ്ണത്തിൽ നിന്നൊരു പൂർണ്ണമെടുക്കിലും പൂർണ്ണമേ ശേഷിപ്പൂ. ശാന്തിയോം ശാന്തിയോം. നന്ദി. താങ്ക് യു മാർട്ടിൻ, താങ്ക് യു. നന്നായിരിക്കുന്നു. പരിപാടിക്ക് ഔപചാരികമായിട്ട് നന്ദി പറയാനായിട്ട് സെക്കൻഡ് ഇയർ കൊമേഴ്സിലെ റോഷനെ ക്ഷണിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകൂട്ടത്തിന്റെ ശ്രോതാക്കളെ, വായനാ ദിനം 2021 പ്രചോദി നികേതൻ കലാലയത്തിന്റെ മലയാളം വിഭാഗവും എഴുത്തുകൂട്ടവും സംയുക്തമായി സംഘടിപ്പിച്ച ഈ വായനാ ദിനാഘോഷം അതിന്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുമ്പോൾ കൃതജ്ഞതാർപ്പണമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. കൃത്യനിർവഹണത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി വായനയെക്കുറിച്ച് 2 വാക്കുകൾ പറയട്ടെ.
വായന അറിവും തിരിച്ചറിവുമാണ്. മുന്നിലും പിന്നിലും അനന്തമായി കിടക്കുന്ന വഴികണക്കെയാണത്. കാലങ്ങൾക്കപ്പുറത്തേക്കാണ് ഓരോ പുസ്തകത്തിന്റെയും താളുകൾ മറിയുന്നത്. ഓർമ്മയുടെയും സ്വപ്നങ്ങളുടെയും കാവൽക്കാരാണ് വാക്കുകൾ. ജീവിതത്തിന്റെ സംഗീതമാണ് വായനയും വസന്തവും. കോവിഡ് മഹാമാരിയുടെ പ്രത്യാഘാതത്തിൽ പെട്ട് ഉഴറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വായനയുടെ തണലിൽ ഇത്തിരി നേരം ഒത്തുചേരുവാൻ നമുക്കെല്ലാവർക്കും സാധിച്ചതിൽ സർവേശ്വരനോട് ഞാൻ നന്ദി പറയുന്നു. അധ്യക്ഷ പ്രസംഗം നിർവഹിച്ച ബഹുമാന്യനും നമ്മുടെ കോളേജ് പ്രിൻസിപ്പളുമായ ഡോക്ടർ ബിനു പി ചാക്കോ സാറിനോട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. ഓരോ വാക്കിന്റെ അടിത്തട്ടിലും ഒരു പാത്രമുണ്ടെന്ന KGS കവിതയിൽ തുടങ്ങി വിർജീനിയ വുൾഫിന്റെ പ്രബന്ധത്തിലൂടെ മുന്നേറി മലയാളത്തിലെ സാഹിത്യത്തിലെ അതികായന്മാരുടെ വാക്കുകളിലൂടെ സഞ്ചരിച്ച് വായനയുടെ നവ്യമായ ഉൾക്കാഴ്ച ശ്രോതാക്കളിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മുടെ വിശിഷ്ടാതിഥി ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ സാർ. അദ്ദേഹത്തിന്റെ വാക്കുകളിലെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വായനയുടെ പുതിയ നാമ്പുകൾ നമ്മളിൽ ഓരോരുത്തരിലും പിറവിയെടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അദ്ദേഹത്തിന് എഴുത്തുകൂട്ടത്തിന്റെ പേരിലും കോളേജിന്റെ പേരിലും നിസ്സീമമായ കൃതജ്ഞത അറിയിക്കുന്നു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി സിമി വർഗീസിനും നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ. നമ്മിൽ വായനയും സാഹിത്യം വളർത്തുന്നതിൽ എഴുത്തുകൂട്ടം വഹിക്കുന്ന പങ്ക് അവർണ്ണനാതീതമാണ്. അതിന്റെ ഊടും പാവുമായി പ്രവർത്തിക്കുന്ന ഷിൻഡ മിസിനും ഷിജി മിസിനും നന്ദി അർപ്പിക്കുന്നു. ഈ വായന ദിനാചരണത്തിന്റെ ഭാഗവക്കായ പ്രിയപ്പെട്ട അധ്യാപകർക്കും അനധ്യാപകർക്കും എഴുത്തുകൂട്ടത്തിന്റെ അണിയറ പ്രവർത്തകർക്കും എന്റെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും നന്ദി അർപ്പിക്കുന്നു. പൊടിപിടിച്ച പുസ്തകങ്ങൾ പെറുക്കിയെടുക്കണം. അതിൽ ചിതലരിച്ച പുസ്തകത്താളുകളിൽ ബാക്കിയായവ വീണ്ടെടുക്കണം. മാഞ്ഞുപോയ വരികൾക്ക് മീതെ എഴുതി ഓർമ്മകൾക്ക് ജീവൻ നൽകണം. നന്ദി, നമസ്കാരം. റോഷൻ, താങ്ക് യു. വീഡിയോ പ്രസന്റേഷൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടായിരുന്നു, അപ്പൊ മാഷ് പോവാണ്. അപ്പൊ നമുക്ക് പിന്നെ ചെയ്യാം. 1 മിനിറ്റ് എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യോ? 1 സെക്കൻഡ് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഉള്ളവര് പറ്റാവുന്നവര് ഒന്ന് വീഡിയോ ഓൺ ചെയ്താൽ ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഷിജിമിസ് എടുക്കുമല്ലോ അല്ലെ? മൈഥിലി ഉള്ളവരൊക്കെ ഒന്ന്, പറ്റാവുന്നവരൊക്കെ ഒന്ന് ഒരു വീഡിയോ ഓൺ ചെയ്ത ഉപകാരമായിരുന്നു. ഷിജിമിസ് എടുത്തായിരുന്നാ? ഷിജിമിസേ എടുത്തുട്ടോ? യെസ്. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. മാഷ് ലീവ് ചെയ്യുന്ന വിചാരിക്കുന്നു. മാഷ് ഒത്തിരി നന്ദി, വിളിച്ചപ്പോഴേക്കും വന്നു. നല്ല ഹൃദ്യമായ സംഭാഷണം. പ്രാധാന്യം ഞങ്ങൾക്ക് ഒത്തിരി കുട്ടികൾക്കും എല്ലാവർക്കും മനസ്സിലാക്കി തന്നതിന് ഒത്തിരി നന്ദി. തുടർന്ന് ഞങ്ങൾ വിളിക്കും. അപ്പൊ സാറ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ ബിൻ സാർക്കും സിമി മിസ്സിനും കൂടെ കുറെ അധ്യാപകരുണ്ടായിരുന്നു. ഷിജി മിസ്, ജിത മിസ്, കുറെ പേരൊക്കെ ഞാൻ കണ്ടു. എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി. ഒരു 5 ഡിപ്പാർട്ട്മെന്റുകാർ നല്ലൊരു വായന ദിനത്തോടനുബന്ധിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. മാഷ് ലീവ് ചെയ്യണ കാരണം പിന്നെ ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ മാഷ്ക്ക് കാണാൻ പറ്റില്ല. അപ്പോ സമയമുള്ളവരൊക്കെ ഒന്ന് ഇരുന്നാൽ ഞങ്ങളിപ്പോ അത് ഷെയർ സ്ക്രീൻ ഇട്ട് കാണാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു സർ. ഞാൻ വിളിക്കാം. എല്ലാവിധ ആശംസകളും. കുറെ പേർക്ക് നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ലീവ് ചെയ്യാം. ഒരുമിച്ച് നമുക്ക് വേറെ ദിവസം കൂടിയിട്ട് ആ വീഡിയോ പ്രസന്റ് ചെയ്യാം. അല്ലെങ്കിൽ ബികോംകാര് റെഡി ആണെങ്കിൽ നിങ്ങളിപ്പോ ചെയ്ത വീഡിയോ നന്ദഭാസ്കർ പ്രസന്റ് ചെയ്തോളൂ ട്ടാ. ഷെയർ ചെയ്തോളൂ, സ്ക്രീൻ ഷെയർ ചെയ്തോളൂ ട്ടാ. ഓക്കെ മിസ്. ആദ്യത്തിലും അക്ഷരങ്ങളിൽ ചിലവേറി ചിതലിന് കൂട്ടായി പോകാറുണ്ട് ചിലരുടെ വായന. പിന്നിട്ട വഴികളിലൂടെയും ചിതലുകൾക്കും ചിലന്തികൾക്കും കൂട്ടായി നാം മറന്നു വെച്ച വായന വിസ്മൃതിയിൽ അണ്ടുപോകാതിരിക്കാൻ പകൽ വെളിച്ചം കാണിച്ചിരുന്ന എത്രയെത്രയോ വായനാ ദിനങ്ങൾ കാലചക്രത്തിൽ ലയിച്ചു പോയിരിക്കുന്നു. ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാകാത്ത ദിനരാത്രങ്ങളെ പോലെ മരണത്തിലേക്ക് വീണുപോകാതിരിക്കട്ടെ ഈ വായനാ ദിനം. സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്തിനു മുന്നിൽ പ്രഹസനവർഷം ചെയ്യാൻ മാത്രമായി ഉപയോഗിക്കുന്ന അല്പപ്രാണിയായി മാറിയിരിക്കുന്ന പുസ്തകങ്ങൾ ഈ കാലഘട്ടത്തിൽ ചിതലരിച്ചു പോയ കഴിഞ്ഞ കാലത്തെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നു. വായന
കണ്ണുകൾ തുറന്ന് സ്വപ്നം കാണാൻ പഠിപ്പിച്ച അത്ഭുത ലോകം. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ വാർമുടിച്ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോൾ നിന്റെ കൊലൂസിന്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം.
ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. നന്നായിണ്ട്. അപ്പൊ ഞാൻ ടീച്ചേഴ്സൊക്കെ ലീവ് ചെയ്ത് തോന്നുന്നു, ബിൻസാറുണ്ടെന്ന് തോന്നണല്ലേ. അപ്പോ ഇത്തിരി സമയമുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇരുന്നത്. ഇനി അടുത്തത് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒന്ന് പ്രസന്റ് ചെയ്തോളൂ. നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായനാ ദിനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരും മനസ്സിൽ ഓടിയെത്തുന്ന, അതായത് കൊച്ചുനാൾ മുതൽ നമ്മൾ കേട്ട് വാഴുന്ന
ഒരു 4 വരി കവിതയുണ്ട് നമ്മുടെ കുഞ്ഞുണ്ണി മാഷിന്റെ. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്നുള്ളത്. ഒരു കൊച്ചു കവിതയാണെങ്കിലും അതിനകത്ത് ഒരുപാട് അർത്ഥതലങ്ങളുള്ളതായിട്ട് നമുക്ക് അന്ന് മുതലേ തന്നെ അറിയായിരുന്നു, അല്ലെ? എന്താ പറയാ, വായനയുടെ മഹത്വത്തെ പറ്റി പറയാൻ ഒരൊറ്റ ദിവസം കൊണ്ട് കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം ഉണ്ട് അതിന്റെ മഹത്വം. അറിവ്, വായനയോടെ നമുക്ക് കിട്ടുന്നത് അറിവാണ്. അറിവ് എന്തെങ്കിലും ഒരു സാധന പ്രപഞ്ചത്തില് കൊടുക്കും തോറും കൂടി കൂടി വരുന്നുണ്ടെങ്കിൽ അത് അറിവ് മാത്രമാണ്. വായിക്കുന്നതിലൂടെ നമുക്ക് അറിവ് എത്രത്തോളം കൂട്ടാമോ അത്രത്തോളം കൂട്ടാം, അല്ലേ? ഇന്നത്തെ കാലത്ത് ഈ സ്മാർട്ട് വേൾഡിൽ ജീവിക്കുന്ന നമ്മൾ വായിക്കാൻ ഒരുപാട് മറന്നു പോകുന്നു. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കുകൾക്ക് പകരം സെൽഫോണുകളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വായനയുടെ പ്രാധാന്യത്തെ പറ്റി എന്തെല്ലാം പറയണമെന്നോ അതെല്ലാം എനിക്ക് പറയണമെന്ന് തോന്നുന്നു. വായിക്കണം. അതൊരിക്കലും നമ്മളെ ഫോഴ്സ് ചെയ്തുകൊണ്ട് നമ്മൾ വായിക്കരുത്. നമുക്ക് എപ്പോഴും വായിക്കാൻ തോന്നുന്നു അപ്പൊ നമ്മൾ വായിക്കണം. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വായിക്കാൻ സമയമില്ല. സമയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ, സമയമില്ലാത്തതല്ല. നമ്മൾ അതിന് സമയം കണ്ടെത്താത്തതാണെന്നാണ് സത്യം. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് വായനയ്ക്ക് വേണ്ടി നമുക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് ഒരിക്കലും തെറ്റല്ല. പക്ഷെ നമ്മളിലുള്ള ഒരു മടിയെ ആണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു അലസത, അതായത് നമുക്ക് വായിക്കാൻ ഇഷ്ടമില്ല. കാരണം അത് ഇത്തിരി പടിയുള്ള പരിപാടിയല്ലേ. ഫോണൊക്കെ ആകുമ്പോൾ വെറുതെ അങ്ങ് സ്ക്രോൾ ചെയ്തിട്ടാ മതിയല്ലോ. അത്ര വലിയ പടിയൊന്നുമില്ല. ഞാൻ അതിനു വേണ്ടി സമയം ചെലവഴിക്കേണ്ട ആവശ്യവും ഇല്ല. പക്ഷെ വായിച്ചാല് അത് നമ്മൾ എത്രത്തോളം വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ ചെറിയ ജീവിത കാലയളവിൽ വായിച്ച കുറച്ച് ബുക്ക് മതി എനിക്ക് അതിന് ഉദാഹരണം പറയാനായിട്ട്. പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റും ഇത്തരം ബുക്കുകൾ നമ്മുടെ ചിന്താ രീതികളെ തന്നെ മാറ്റിമറിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വായനാ ദിനത്തില് നിങ്ങളോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ: വായിക്കുക, വായിച്ചുകൊണ്ടേയിരിക്കുക. വായന അറിവാണ്. അറിവ് നമ്മുടെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. താങ്ക് യു. 2020-21 വർഷങ്ങളിൽ മലയാള സാഹിത്യ ശാഖയ്ക്ക് നഷ്ടമായ നിരവധി പ്രഗത്ഭരുണ്ട്. ഈ വായനാ ദിനത്തിൽ അവരെ നമുക്ക് പ്രാർത്ഥനയോടെ അനുസ്മരിക്കാം. ശ്രീമതി സുഗതകുമാരി ടീച്ചറുടെ ഒറ്റയ്ക്ക് എന്ന കവിതയിലെ ചില വരികൾ. ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ, ചുറ്റിലും യോജനമില്ലാതെ, നിന്മടിത്തട്ടിലല്ലാതെ, ആ യാത്ര ചോദിക്കാതെ, നിൻ പൊന്നു കയ്യാലെയൊരിറ്റു ജലം നുകരാതെ, നിൻ കണ്ണിലും ദൃഷ്ടി ചേർക്കാതെ, ആ യാത്ര ചോദിക്കാതെ. ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ, ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ, ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ.
വായനദിനത്തോടനുബന്ധിച്ച് നമ്മൾ നല്ലൊരു പരിപാടി ഒരുക്കാൻ അവസരം തന്നതിന് നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിലൂടെ നമുക്ക് വായനയുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് കുഞ്ഞിന് മാഷ് പറയുന്ന പോലെ വായനയിലൂടെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വവും ബുദ്ധിയും വികസിക്കുകയുള്ള ഒരിക്കലും കുറയുകയില്ല. ഇനി വരുന്ന തലമുറകൾക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കും വായനയുടെ ഒരു പ്രാധാന്യവും മഹത്വവും പകർന്നു കൊടുക്കാൻ ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ നമുക്ക് സാധിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ലോകത്തോട്ട് വിട പറഞ്ഞു പോയ സാഹിത്യകാരന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടിയോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ജൂൺ 19. എല്ലാവർക്കും നന്ദി. വായന വാരാചരണം ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ബാക്കി വീഡിയോസും കാര്യങ്ങളെല്ലാം അടുത്ത ആഴ്ചയിൽ പ്രസന്റ് ചെയ്യാം. സമയം ഒത്തിരി അതിക്രമിച്ചു പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പരിപാടിക്ക് എനിക്ക് ഇവിടെ ബിനു സാർ ഇപ്പോഴും പോയിട്ടില്ല എന്ന് തോന്നുന്നു. സാറിന് ഒത്തിരി നന്ദി, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ചയിൽ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാവരും കൂടി പങ്കെടുക്കുക. ഓക്കെ, എല്ലാവർക്കും നന്ദി. ഇത്ര നേരം ഇരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നന്ദി നന്ദി. അപ്പോൾ താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം.